السلام عليكم ورحمة الله تعالى وبركاته. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. നബിമാരിലെല്ലാം ഉപരിയാണ് അഹ്മദ് നബി, അവരൊക്കെയും ഖമറാണ്, ശംസാണേ നബി. ചൊല്ല് മൗലായ صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. ഹൃദയം പിടയ്ക്കുന്നു യാ റസൂലല്ലാഹ്, ഇനിയും പാപമാലേ നടത്തിയിടല്ല. ഇവനൊരു തൗബ തരുമോ, ഇവനൊരു തൗബ തരുമോ യാ ഷഫീ അല്ലാഹ്, ഇനി ഞാൻ ചെയ്യുകില്ല യാ ഹബീബല്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ മജ്ലിസ് നീ കബൂലാക്കണേ അല്ലാ, സാധുക്കളായ ഞങ്ങൾക്ക് ഇജാബത്ത് നൽകണേ അല്ലാ. സാധുക്കളാണല്ലാ, പാപികളാണല്ലാ, ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയവരാണല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ കാരണം നീ ഞങ്ങളെ ശിക്ഷിക്കല്ലേ അല്ലാ, ഞങ്ങളെ ദുആയിനെ തട്ടിമാറ്റല്ലേ നാദാ. മദീനയിലെ മരുപ്പച്ചയിലേക്ക് എല്ലാവരും എൻ്റെ കൂടെ 3 സ്വലാത്ത്. എല്ലാവരും നല്ല നിയ്യത്തോടുകൂടെ ഹബീബിനോട് നേരിട്ട് സലാം പറയുകയാണ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. മരണമെന്ന ശരണക്കേട് തരണം ചെയ്യും നാളില് മന്നവാൻ
റസൂലുള്ളാന്റെ കാവലേഗ് റബ്ബനാ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹുവേ മദീനായിലെ മരുപ്പച്ചയിലേക്ക് എത്തിക്കണേ അല്ലാ, മദീനായിലെ മരുപ്പച്ചയിലേക്ക് എത്തിക്കണേ അല്ലാ. മുത്തുനബിന്റെ മദദ് നൽകണേ അല്ലാ, മുത്തുനബിന്റെ നസുർ നൽകണേ അല്ലാ, മുത്തുനബിന്റെ നദർ നൽകണേ അല്ലാ. മഹാനായ പള്ളിപ്പടിയുപ്പാപ്പ, മഹാന്മാരായ ബദരീങ്ങള്, ഔസുല്ലാദങ്ങള്, അല്ലാഹുവേ മഹാനായ റിഫായി ശൈഖ് തങ്ങള്, മഹാനായ ഖാജാതങ്ങള്, മഹാനായ ഇബ്രാഹിം ബാദുഷാ തങ്ങള്, അബ്ദുറഹ്മാൻ അൽ ഐദറൂസി തങ്ങള്, അബൂബക്കർ ബമ്പ് തങ്ങള്, പടച്ച റബ്ബേ സുൽത്താനുൽ ആക്കിരീൻ, അജ്മീർ ഫക്കീർ മീറാൻ ഔലിയ ഉപ്പാപ്പ, കംസൂഫി വലിയുല്ലാഹി തയ്യോട്ട് ചിറ, നാട്ടുകല്ലുപ്പാപ്പ, മഞ്ഞക്കുളം ഖാജാ തങ്ങള്, തെരുവത്ത് വള്ളി ഉപ്പാപ്പ, പടച്ചറബേ മമ്പറം തങ്ങളുപ്പാപ്പ, മാലിക് ദീനാറ് തങ്ങള്, അല്ലാഹുവേ എട്ടിക്കളത്ത് അന്തിറങ്ങുന്ന ഉള്ളാള് തങ്ങള്, അതുപോലെ ഉള്ളാളത്ത് മദനി തങ്ങള്, എല്ലാവരുടെ ഹദറാത്തിലേക്കും എത്തിക്കണേ അല്ലാ. നീ ഏറെ ഇഷ്ടപ്പെടുന്ന നിന്റെ മഹാന്മാരാണല്ലോ അല്ലാ, അവരെ ബറക്കത്ത് സാധുക്കളായ ഞങ്ങൾക്ക് നൽകണേ അല്ലാ, അവരെ ബറക്കത്ത് സാധുക്കളായ ഞങ്ങൾക്കും നൽകണേ അല്ലാ. അല്ലാഹുവേ അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയത് ഞങ്ങളുടെ മനസ്സിലൊരു ദുരുദ്ദേശമില്ല അല്ലാ, നിന്റെ നാമങ്ങൾ പറയാനാ, നിന്റെ മഹാന്മാരെ അനുസ്മരിക്കാനാ, അവരെ മഹത്വങ്ങൾ പാടാനാ, പറയാനാ. അല്ലാഹുവേ നല്ല നിലക്കുള്ള ജീവിതത്തെ ചിട്ടപ്പെടുത്തിയെടുക്കാനാ. അല്ലാഹുവേ മജ്‌ലിസിന്റെ ഉദ്ദേശശുദ്ധിയിൽ അല്ലാഹുവേ നീ ബറക്കത്ത് നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ ആരോരും തുണയില്ലാതെ അല്ലാഹുവേ കൂരിരുട്ടാകുന്ന കബറിൽ അന്തിയിറങ്ങുന്ന ഞങ്ങളെ കബറാളികൾ, ഉമ്മമാര് ഉപ്പമാര് വല്ലുപ്പ വല്ലുമ്മമാര് കൂടപ്പിറപ്പിങ്ങള് ഭാര്യ ഭർത്താക്കന്മാര് പലരും കബറിൽ അന്തിയുറങ്ങുകയാണ് അല്ലാഹ്. ഈ മജ്‌ലിസ് അവരെ ഖബറിലേക്ക് കാണിക്കുക അല്ലാ, ഈ മജ്‌ലിസ് ഞങ്ങളെ ഖബറാളികളിലേക്ക് കാണിക്കുക അല്ലാ. പടച്ച റബ്ബേ പലരും പല മുറാദ് വെച്ച് ഈ സദസ്സിൽ പങ്കെടുക്കുന്നവരാണ് അല്ലാഹുവേ. ആര് എന്ത് ഉദ്ദേശത്തോടുകൂടെ ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നുണ്ടോ, കൽബറിയുന്ന നാദാ, കൽബിൻ്റെ അകത്തളത്തിലുള്ള സങ്കടങ്ങൾ അറിയുന്ന നാദാ, കൽബിലെ എല്ലാ കാര്യങ്ങളും സാധിപ്പിച്ചു തരണേ അല്ലാ. ഞങ്ങളെ മുറാദുകൾ ഹാസ്വിലാക്കണേ അല്ലാ, ഞങ്ങളെ മുറാദുകൾ ഹാസ്വിലാക്കണേ അല്ലാ. മഹാന്മാരായ അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ, അവരെ പേരിൽ ഒരു 3 ഫാത്തിഹയും 3 ഇഖ്ലാസ് മുഅവ്വിദത്തൈനിയും മുഅ്മിനീങ്ങളെ നമ്മൾ പാരായണം ചെയ്തിട്ട് നമ്മുടെ സദസ്സെങ്ങാനും തുടങ്ങിയാൽ അതിൽ വലിയൊരു ബറക്കത്തുണ്ട് കേട്ടോ, അതിൽ വലിയൊരു ബറക്കത്തുണ്ടേ അല്ലാ. മഹാന്മാരെ കാവൽ കിട്ടാൻ ഞങ്ങളെ മജ്‌ലിസ് കൊണ്ട് ബറക്കത്ത് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ 3 ഫാത്തിഹ 3 ഇഖ്ലാസ് മുഅവ്വിദത്തൈനി. ഇലാ ഹളറത്തി റൂഹി നബിയിനാ വഹാദീനാ വമുൻജീനാ വമുർഷിദിനാ വമുസ്തഫാനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹളറാത്തി സായിരിൽ അംബിയാഇ വൽ ഔലിയാഇ വൽ ഉലമാഇ വശുഹദാഇ വസ്ദിഖീന വസ്സാലിഹീൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ
റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. അല്ലാഹ് സാധുക്കളായ ഞങ്ങളുടെ അല്ലാഹുവേ ഫാത്തിഹ സ്വീകരിക്കണേ അല്ലാഹ്, ഫാത്തിഹ സ്വീകരിക്കണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അല്ലാഹുവേ ഞങ്ങൾ ഓതിയ ഫാത്തിഹ ഇഖ്ലാസ് മുഅവ്വിദത്തൈനി ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്ക് ഹബീബായ മുത്തുനബി തങ്ങൾ വരെയുള്ള അമ്പിയാക്കന്മാർ മുർസലീങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അസ്ഹാബി കന്നുജൂം എൻ്റെ സ്വഹാബത്ത് അവർ നക്ഷത്ര തുല്യരാണ്. മുത്തുനബി തങ്ങൾ പറഞ്ഞ സ്വഹാബത്തിലേക്ക് എത്തിക്കണേ അല്ലാഹുവേ മഹാനായ മാലിക് ഇമാം, അല്ലാഹുവേ പടച്ച റബ്ബേ ഷാഫി ഇമാം, ഹനഫി ഇമാം, ഹംബലി ഇമാം തുടങ്ങിയ ഇമാമിങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഗൗസുൽ തങ്ങൾ, അല്ലാഹുവേ റിഫായി ശൈഖ് തങ്ങൾ, ഖാജാ തങ്ങൾ, ഏർവാടി ഇബ്രാഹിം ബാദുഷാ തങ്ങൾ, അല്ലാഹുവേ മമ്പർ തങ്ങളുപ്പാപ്പ, സി എം വലിയുല്ലാഹി പള്ളിപ്പടിയുപ്പാപ്പ, അല്ലാഹുവേ സീദിക്കോയ തങ്ങൾ, ചെറുകുഞ്ഞിക്കോയ തങ്ങൾ, അബ്ദുറഹ്മാൻ അൽ ഐദറൂസി തങ്ങൾ, അബൂബക്കർ ബംബ് അൽ ഐദറൂസി തങ്ങൾ, അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹുവേ. അവരുടെ മദതും നസറും നെളറും കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. നീ ഞങ്ങളെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാഹ്, ഞങ്ങളെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാഹ്. ഒരുപാട് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് അല്ലാഹ്, ഞങ്ങളെ സങ്കടങ്ങൾ നിന്നോട് പറയാനുണ്ട്, ഞങ്ങളെ വിഷമങ്ങളോ നിന്നോട് ബോധിപ്പിക്കാനുണ്ട്. ഞങ്ങളെ സങ്കടങ്ങളും വിഷമങ്ങളും ഞങ്ങളെ പ്രയാസങ്ങളും ഞങ്ങളെ പ്രതിസന്ധികളും അല്ലാഹ് നീ ഒരു പരിഹാരം കാണിച്ചു തരുമെന്ന ഉറപ്പോടുകൂടെ പങ്കെടുക്കുന്നവരാണ് അല്ലാഹ്. ഞങ്ങളെ ദുആഇനെ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ ദുആഇനെ കബൂലാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി എല്ലാവരും മഹാന്മാരായ ബദരീങ്ങളെ തവസ്സുൽ ബൈത്ത് എടുത്തു വെച്ചാൽ നമുക്ക് ബദരീങ്ങളെ തവസ്സുൽ ബൈത്ത് നല്ല റാഹത്തിൽ ചൊല്ലണം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന ചൊല്ല്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കടം വീടി സന്തോഷിക്കുവാൻ കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ ഖൈറായ പാതയിൽ നീങ്ങുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന ചൊല്ല്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ
ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ദിക്റും സ്വലാത്തും നിത്യമിൽ ചെയ്ത് ഖുശൂഉം സത്യമിൽ സത്തായ ഈമാനുള്ളതിൽ ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലെ എളുപ്പത്തിനും ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് പ്രഷറും പ്രമേഹം ഷുഗറതും അറ്റാക്ക് ക്യാൻസർ മുഴുവനും ശിഫ തന്ന് ദീർഘായുസിനും ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് കച്ചവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെയും ബദരീങ്ങളെ ബറക്കത്തിനാൽ റഹ്മത്ത് തായ റബ്ബന എല്ലാ ബലാഉം ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ എമ്മെ കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് ദണ്ണം വബാവാസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ ചൊല്ല് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് നബിയുടെ പൂമുഖം മാനാമിലൊന്ന് കാണുവാൻ ബദരീങ്ങളെ ബറക്കത്തിനാൽ തൗഫീഖ് തായ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാഹ് ബദരീങ്ങളെ കൊണ്ട് ഞങ്ങളെ വിജയിപ്പിക്കണേ നാഥാ ബദരീങ്ങളെ കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാ ബദരീങ്ങളെ കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാ ബദരീങ്ങളെ കാവല് നൽകണേ അല്ലാ ബദരീങ്ങളെ മദത് നൽകണേ അല്ലാ ബദരീങ്ങളെ നസ്ർ നൽകണേ അല്ലാ നല്ല നിയത്തോടുകൂടെ മഹാന്മാരെ വിളിച്ചാൽ ഉത്തരം കിട്ടും. ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു. ഒരു കുടുംബം ഒരു ആനയുടെ മുമ്പിൽ അകപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ വണ്ടിയുടെ അകത്തുള്ള കാറിൻ്റെ ഉള്ളിലുള്ള ഒരു ഉമ്മ ബദരീങ്ങളെ മുഹിയുദ്ദീൻ ശൈഖേ എന്ന് പറയുമ്പോൾ ആ ആന അടുത്ത് വരുന്നുണ്ട്. ഇനി അതിലുള്ള ആൾ ഓണും അടിക്കുന്നുണ്ട്. ബദരീങ്ങളെ എന്നും മുഹിയുദ്ദീൻ ശൈഖേ എന്നും വിളിച്ചു. ആ ആന ആ കാറിൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് തിരിഞ്ഞങ്ങോട്ട് ഓടിപ്പോയി. അത് എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി ആ വീഡിയോ കണ്ടപ്പോൾ. നമ്മളൊക്കെ ബദരീങ്ങളെ വിളിക്കുന്നതൊക്കെ വളരെ കുറവാണ്. ഒരു മോഡേൺ യുഗമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബദരീങ്ങളൊക്കെ ഒരു പഴഞ്ചനായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? മുഹിയുദ്ദീൻ ശൈഖൊക്കെ നമുക്കൊരു പഴഞ്ചനായിക്കൊണ്ടിരിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നും പാടില്ല. നമ്മളൊന്നും ആ ഒരു കൗമിൽ പെട്ടുപോകാൻ പാടില്ല. അള്ളാഹു നമുക്ക് ബദരീങ്ങളെ വിളിക്കാൻ ഔസല്ലാതെ ഞങ്ങളൊക്കെ വിളിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അത് വലിയൊരു ഭാഗ്യമാണ്. അള്ളാഹു ആ ഭാഗ്യം നമ്മുടെ കുടുംബങ്ങളിലും നൽകട്ടെ. മുത്ത് മുഅ്മിനീങ്ങളെ, ഇനി മുഹിയുദ്ദീൻമാലയാണ് ചൊല്ലുന്നത്. ഒരല്പം മുഹിയുദ്ദീൻമാല ചൊല്ലിയിട്ട് അതിൻ്റെ മുനാജാത്ത് ചൊല്ലണം. നിങ്ങളൊക്കെ മുനാജാത്ത് ചെല്ലുമ്പോൾ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിരുന്നാൽ അത് വലിയൊരു ബർക്കത്താണ്. അല്ലാ തിരുഫേരും
സ്തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ അലം മുടയവൻ ഏകല്ലാരുളാലേ ആയേ മുഹമ്മദാ വർക്കിളെയാണോവർ എല്ലാ കിളയിലും ഭംഗിയിലെ ആണോവർ എല്ലാ തീശയിലും കേളിമിക ചോവർ സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളോവർ സയ്യിദാവർ തായും ബാവയും ആണോവർ ബാവാമുദുവിന് കുത്തുബായി വന്നോവർ ബാനം ആദേളിയിലും കേളി നിറഞ്ഞോവർ ബിൽ കുത്തുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതിയ അല്ലാഹ് ബല്ല നീലതീനോം എന്നെ വിളിപ്പോർക്ക് ബായ് കൂടാതുത്തീരം ചെയ്യും ഞാനെന്നോവർ എന്നെ പീഡിച്ചവർ ഏതും പേടിക്കേണ്ട എന്നെ പീഡിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളെ കൽബകമെന്നോവർ ബിൽ കുത്തുബി റബ്ബാനി والغوث صمدانه نجينا من كل آفات يا الله താൽ പാടച്ചതോ നീയാവിൽ നിൽക്കും നാൾ മൂഫർ മുഹിയദ്ദീൻ കാവലിലെ ഗല്ലാ കാലം അസ്റായിൽ മൗത്ത് വാങ്ങും നാളിൽ കരുത്തർ മുഹിയദ്ദീൻ കാവലിലെ ഗല്ലാ പേടി പേരുത്ത ബിറകം പോകും നാൾ പേർപ്പേറ്റ മുഹിയദ്ദീൻ കാവലിലെ ഗല്ലാ സൂറ് ബിളി കേട്ടി ടൊക്കെ പുറഫേട്ടാൽ സുൽത്താൻ മുഹിയദ്ദീൻ കാവലിലെ ഗല്ലാ തൂക്കം പിടിച്ച് കാണക്കെല്ലാം നോക്കും നാൾ തലവർ മുഹിയദ്ദീൻ കാവലിലെ ഗല്ലാ ഖോജാ ശഫാഅത്തിൽ മുഹിയദ്ദീൻ തൻ കൂടെ കൂട്ട് സുബർഗത്തിൽ ആലം മൂടയോനെ ഖോജാ ബേദാംബരേ മംഗലം കാണുവാൻ മംഗലബേലകൾ കാണുവാൻ ഗല്ലാ എന്നെയും എന്നോടെ ഉമ്മയും ബാബയും അറിവൈ പാടിഫീച്ചേ ഉസ്താദ്മാരെയും എന്നെയും മറ്റുള്ള മുഅ്മിൻ എല്ലാരെയും എങ്ങൾ നബിൻ്റെ ശഫാഅത്തിനായി
റഹ്മത്തിൽ കൂട്ടല്ല പിശേറെ ചെയ്ത് നാടന്നോരാടിയാൻ്റെ പിശയും ഫോറോത്ത് നീ റഹ്മത്തിൽ കൂട്ടല്ല എല്ലാ പിശയും ഫോറുക്കുന്ന നായനെ ഏറ്റം പോറോത്ത് കൃപാചയ്യ അല്ലാ ബിൽ ഖുത്ബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജീനാ മിൻ കുല്ലി ആഫാത്തിയ അല്ലാ നല്ല സ്വലവാത്തും നല്ല സലാമയും എങ്കൾ നബിയോരിൽ ഏക് പേരിയോനെ നല്ല സ്വലവാത്തും നല്ല സലാമയും എങ്കൾ നബിയോരിൽ ഏക് പേരിയോനെ നല്ല സ്വലവാത്തും നല്ല സലാമയും എങ്കൾ നബിയോരിൽ ഏക് പേരിയോനെ ബിൽ ഖുത്ബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജീനാ മിൻ കുല്ലി ആഫാത്തിയ അല്ലാ. പടച്ച റബ്ബേ, സാധുക്കളാണ് ഞങ്ങള്. മഹാനായ ഗൗസുല്ലാദങ്ങളിൽ വലിയ പ്രതീക്ഷയാണ് റബ്ബേ. അവരെ വിളിച്ചാൽ അവരെ കൊണ്ട് ഞങ്ങൾക്ക് ഉപകാരമുണ്ടാകും. ദുനിയാവിലും നാളെ ആഖിറത്തിലും അവരെ ബറക്കത്ത് ഞങ്ങൾക്ക് കിട്ടുമെന്ന പ്രതീക്ഷ ഞങ്ങളെ മനസ്സിലുണ്ട് നാദാ. അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നൂറുൽ ഹുദാ മജ്ലിസ് നീ ഏറ്റെടുക്ക് നാദാ. നൂറുൽ ഹുദാ മജ്ലിസ് നീ കബൂലാക്ക് അല്ലാ. ഇൻഷാ അല്ലാ ഇനി നമ്മൾ ചെയ്യുന്നത് മഹാനായ പള്ളിപ്പടിപ്പാപ്പാൻ്റെ തവസ്സുൽ ബൈത്താണ്. നിങ്ങളൊക്കെ എൻ്റെ കൂടെ നല്ല നിയത്തോടെ കൂടെ വിളിക്കും, എനിക്കറിയാം. എന്നാലും ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ. എല്ലാവരും നല്ല നിയ്യത്തിൽ, മനസ്സിൽ വെറുപ്പ് വേണ്ട, വിദ്വേഷം വേണ്ട, പക വേണ്ട. അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊരുത്തപ്പെട്ടു കൊടുക്കാം. മനുഷ്യനാണല്ലോ, മനുഷ്യ സഹജമായിട്ട് പല തെറ്റുകളും കുറ്റങ്ങളും നമ്മളൊക്കെ ജീവിതത്തിൽ വന്നു പോയേക്കാം. അതൊക്കെ ഒന്ന് മാപ്പാക്കി കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് നമ്മളെ വലിയ താല്പര്യമായിരിക്കും. ഞാൻ വെറുതെ പറയുന്നതല്ല. ഒരുപാട് ഉമ്മമാരെന്നോട് വിളിച്ചിട്ട് ഓരോ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ദുആ ചെയ്യാൻ പറയും. അപ്പോൾ ഞാൻ അവരോട് കുറേ പറഞ്ഞിട്ടും നടക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവരോട് ചോദിക്കും, നിങ്ങളെ മനസ്സിൽ ആരോടെങ്കിലും വെറുപ്പുണ്ടോ? അപ്പോൾ അവർ പറയും, ഇങ്ങനെ ഒരു വെറുപ്പുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ അത് എനിക്ക് മറക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ് തങ്ങളെ. അപ്പോൾ ഞാൻ പറയും, നിങ്ങളത് മറന്നേക്ക്. നിങ്ങളത് മറന്നു കഴിഞ്ഞാൽ നിങ്ങളതുകൊണ്ട് പൊരുത്തപ്പെട്ട് കൊടുത്തേക്ക്. എന്നിട്ട് നിങ്ങൾ അള്ളാൻ്റെ അടുത്ത് കൈ ഉയർത്തി നോക്ക്. അപ്പോൾ വലിയ ഫലം ജീവിതത്തിൽ കാണാൻ കഴിയും. അതുപോലെ ഒരുപാട് ഫലം കിട്ടിയ ആളുകളുണ്ട്. അതാണ് മനസ്സിൽ കളങ്കല്ലാതെ, വിദ്വേഷമില്ലാതെ, വെറുപ്പില്ലാതെ നമ്മൾ പടച്ച റബ്ബിലേക്ക് കൈ ഉയർത്തിയാൽ അള്ളാഹ് തട്ടൂല. അള്ളാഹ് തട്ടൂല. അള്ളാഹു നമ്മളെ സ്വീകരിക്കും. അള്ളാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ. അള്ളാഹുവേ, ഞങ്ങളെ സദസ്സ് നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളെ സദസ്സ് നീ ഏറ്റെടുക്കണേ അല്ലാ. പള്ളിപ്പടിപ്പാപ്പാൻ്റെ തവസ്സുൽ ബൈത്ത് എല്ലാവരുടെ കൂടെ. അല്ലാഹു അക്ബർ നൂറാനി അഹ്മദ് നബിയിൽ സല്ലല്ലാഹു ഗൗസുൽ ആദം മുഹയ്യദ്ദീൻ പള്ളിപ്പടി വലി റളിയല്ലാഹ്. കണ്ണിനു കണ്ണാം വലിയോരേ, കാതിൽ സുഖമൊഴുകും പേരേ, കൽബിൽ കുളിർമ പൊൻപൂവേ, പള്ളിപ്പടി വലി റളിയല്ലാഹ്. അല്ലാഹു അക്ബർ നൂറാനി അഹ്മദ് നബിയിൽ സല്ലല്ലാഹു ഗൗസുൽ ആദം മുഹയ്യദ്ദീൻ പള്ളിപ്പടി വലി റളിയല്ലാഹ്. പള്ളിപ്പടിയിൽ മറഞ്ഞോരേ, ഫളിലുകളുടയ മഹാനോരേ, പാരിനുടയവനേകൻ തന്നെ ഇഷ്ടകനിയാം പൂമാനേ. അല്ലാഹു അക്ബർ നൂറാനി അഹ്മദ് നബിയിൽ
നബിയിൽ സ്വല്ലല്ലാഹു ഗൗസുൽ അഅ്ളം മുഹ്യിദ്ദീൻ പള്ളി പടിവലി റളിയല്ലാഹ് നാടിൻ ഇസ്സത്തായവരെ ഇഷ്കിൻ വഴി ചേർന്നുള്ളവരെ ഇഹ പരമോക്ഷം നേടി സുബർക്കം തേടി മറഞ്ഞ മഹാനിധിയെ അല്ലാഹു അക്ബർ നൂറാനി അഹ്മദ് നബിയിൽ സ്വല്ലല്ലാഹു ഗൗസുൽ അഅ്ളം മുഹ്യിദ്ദീൻ പള്ളി പടിവലി റളിയല്ലാഹ് ദുനിയാവെന്ന മരീചികതൻ മായിക വിട്ട് നടന്നോരേ സൂക്കിൻ ചെളിവെള്ളക്കുളമകമിൽ അമ്പറു ചേർത്തൊരു പൊന്നൊളിയേ അല്ലാഹു അക്ബർ നൂറാനി അഹ്മദ് നബിയിൽ സ്വല്ലല്ലാഹു ഗൗസുൽ അഅ്ളം മുഹ്യിദ്ദീൻ പള്ളി പടിവലി റളിയല്ലാഹ് ഉള്ളാൾ തങ്ങളെ പോലൊരു ശൈഖ് എൻ ശൈഖാം പള്ളിപ്പടി ശൈഖ് എന്നൊരു വാക്കിനുള്ളിലെ പൊരുള് പാപികൾക്ക് ആശ്വാസത്തിൻ തണല് അല്ലാഹു അക്ബർ നൂറാനി അഹ്മദ് നബിയെ സ്വല്ലല്ലാഹു ഗൗസുൽ അഅ്ളം മുഹ്യിദ്ദീൻ പള്ളിപ്പടി വലി റളിയല്ലാഹ് അഹ്മദ് കുട്ടി മുസ്ലിയാർ ഇസ്മിൽ ചേർന്ന മഹാനോരേ പള്ളിപ്പടി വലിയെന്നോരായി മശ്ഹൂറാൽ പുകഴായവരെ അല്ലാഹു അക്ബർ നൂറാനി അഹ്മദ് നബിയിൽ സ്വല്ലല്ലാഹു ഗൗസുൽ അഅ്ളം മുഹ്യിദ്ദീൻ പള്ളിപ്പടി വലി റളിയല്ലാഹ് പാപക്കറ പേറും കൽബിൽ പാവന തൗഹീദൂട്ടിടണേ പേടി പെരുത്ത ജഹന്നത്തെ തൊട്ടഭയം തരണം വലിയേ അല്ലാഹു അക്ബർ നൂറാനി അഹ്മദ് നബിയിൽ സ്വല്ലല്ലാഹു ഗൗസുൽ അഅ്ളം മുഹ്യിദ്ദീൻ പള്ളിപ്പടി വലി റളിയല്ലാഹ് ഇരവിത് പാടും ഞങ്ങളിലായി തരമതുപോലെ സുബർഗത്തെ അമ്പിയ രാജര ചാരത്തായി അല്ലാഹ് വലിയോടൊത്ത് ചേർത്തിടണേ അല്ലാഹ് വലിയോടൊത്ത് ചേർത്തിടണേ അല്ലാഹു അക്ബർ നൂറാനി അഹ്മദ് നബിയിൽ സ്വല്ലല്ലാഹു ഗൗസുൽ അഅ്ളം മുഹ്യിദ്ദീൻ പള്ളിപ്പടി വലി റളിയല്ലാഹ് അല്ലാഹ് ബദരീങ്ങളെ കാവല് നൽകണേ അല്ലാഹ് ബദരീങ്ങളെ മദദ് നൽകണേ അല്ലാഹ് പള്ളിപ്പടി പാപ്പാന്റെ കാവല് നൽകണേ അല്ലാഹ് പള്ളിപ്പടി പാപ്പാന്റെ മദദ് നൽകണേ അല്ലാഹ് മഹാനായ ഗൗസുൽ ആലമിന്റെ കാവല് നൽകണേ അല്ലാഹ് ഗൗസുൽ ആലമിന്റെ മദദ് നൽകണേ അല്ലാഹ് ഗൗസുൽ ആലമിന്റെ നസ്റും നദറും കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാഹ് അൽഹംദുലില്ലാഹ് അള്ളാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മുടെ മജ്ലിസ് കബൂലാക്കട്ടെ ആമീൻ പറയുന്നിടത്ത് ഒരു മടിയും വേണ്ട മുഅ്മിനീങ്ങളെ ഔറത്ത് മറച്ച് അദബോടുകൂടെ തഖ്വയോടുകൂടെ നമ്മൾ ഈ മജ്ലിസിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നാണല്ലോ മുത്തുനബി പഠിപ്പിച്ചു തന്നത്. നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങളുടെ കിടപ്പ്. നിയ്യത്ത് നല്ലതാണെങ്കിൽ എന്തും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. നല്ല നീയത്തും വെച്ച് മുഅ്മിനീങ്ങളെ, നല്ല നീയത്ത് വെച്ച് നല്ല തഖ്വയിൽ ഔറത്ത് മറച്ച് അദബോടുകൂടെ നിങ്ങൾ മജ്ലിസിൽ പങ്കെടുക്കണേ. അല്ലാ സാധുക്കളാണ് റബ്ബേ, പാപികളാണല്ലാ, ഒരുപാട് തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് അല്ലാ. അതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്, ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. മാപ്പാക്കണേ അല്ലാ, മാപ്പ് നൽകണേ അല്ലാ. ഞങ്ങളുടെ സദസ്സിനെ നീ ഏറ്റെടുക്കണേ അല്ലാ. സി എം വലിയുള്ളാന്റെ തവസ്സുൽ ബൈത്തിൽ നിന്ന് ഒരല്പം എല്ലാവരും
ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് നഹ്മദുല്ലാഹൽ മുജീബ കുല്ല ദഅവാതിൻ ലനാ ലാ ലനാ റബ്ബുൻ സിവാഹു ഇന്നഹുൽ ബർറുൽ അലീ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് റബ്ബുനാ സ്വല്ലാ വസല്ലമ കുല്ല ഹാലാത്തിൻ അലാ അഹ്മദൽ ഹാദി വാലിം വസ്വിഹാബി വൽ വലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് നഹ്നു നദ്ഉ റബ്ബനൽ കരീമ ഫീ തവസ്സുലി വസ്തിഗാസാതിൻ ബിഖുറത്തി ഐനിനാ മടവൂർ വലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് കം മരീളിൻ ഖദ് അതാഹു കാമിലു ശിഫാ ബികും ലൈസ ബിൽ ഇലാജി ബൽ ബിൽ ഖൗലി യാ മടവൂർ വലി കുല്ല ഇഫ്രീത്തിൻ വശൈത്വാനിൻ വജിന്നിൻ മാരിദി അദ്ഹിബൻ വനജ്ജിനായ കുതുബനാ മടവൂർ വലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് റബ്ബി സ്വല്ലി അലർ റസൂലി സയ്യിദിർ റസൂലിൽ കിറാം മഅ സലാമിൻ ദായിമൻ വൽ ആലിയാ മൻ ഹു ജലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാഹുവേ സ്വീകരിക്കണേ റഹ്മാനെ മടവൂർ CM വലിയുള്ളാന്റെ കാവലിലാക്കണേ അല്ലാ മടവൂർ ശൈഖുനാന്റെ കാവല് നൽകണേ അല്ലാ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ് അല്ലാഹു ഈ സമയത്ത് നമുക്ക് ഇങ്ങനെ നല്ലത് ചെയ്യാനുള്ളൊരു ഭാഗ്യം തന്നല്ലോ അല്ലേ നല്ലത് കാണാനും അല്ലേ നല്ലത് ചെയ്യാനുള്ള ഒരു വലിയ ഭാഗ്യമാണ് അല്ലാഹു നമുക്ക് തന്നിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ നന്മ ചെയ്യുന്ന എല്ലാതുമായിട്ടും സഹകരിക്കാൻ അല്ലാഹു നമുക്ക് വലിയ ഭാഗ്യം നൽകട്ടെ നന്മകളുമായി സഹകരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ ഇനി അൽഹംദുലില്ലാഹ് അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും മഹല്ലത്തിൽ നിന്നും നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നും ബാപ്പ ഉമ്മ വെല്ലുപ്പ വെല്ലുമ്മ കൂടപ്പറപ്പിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ ഉറ്റ ചങ്ങാതിമാർ നമ്മളൊക്കെ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരുടെ മുഖം എല്ലാവരും ഒന്ന് മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്നേ എൻ്റെ വെല്ലുപ്പ മരണപ്പെട്ട ഖബറിലാണ് സീദിക്കോയ തങ്ങൾ കണ്ട് കൊതിതീരുന്നതിന് മുമ്പ് അല്ലാഹ് വിളിച്ചതാണ് അങ്ങനെ ഓരോരുത്തരും എൻ്റെ അമ്മായിയുടെ ഒരു ഭർത്താവ് ഖബറിലുണ്ട് അമ്മാമാരുടെ മക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഉമ്മാൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഉണ്ടേക്കരാട് പള്ളിയിൽ അവരുടെ ജ്യേഷ്ഠന്മാർ കുടുംബത്തിൽപ്പെട്ട പലരും മരണപ്പെട്ട് ഖബറിലുണ്ട് അല്ലാഹു എല്ലാവരുടെ ഖബറിലേക്കും തഹ്ലീൽ സമർപ്പിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ അൽഹംദുലില്ലാഹ് ജദ്ദിദു ഈമാനകും ونفروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله لا إله إلا
إله إلا الله لا 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 إله إلا الله അല്ലാഹ് ഞങ്ങളെ ഖബറാളികളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ആരെങ്കിലും ഖബറിൽ കിടന്ന് അല്ലാഹുവേ വല്ല ദുരിതവും അനുഭവിക്കുന്നുണ്ടെങ്കിൽ പടച്ച റബ്ബേ റഹ്മത്തുൽ ലിൽ ആലമീനായ അല്ലാഹ് അവരുടെ ഖബറുകൾ നീ വിശാലമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ അവരെ ഖബറുകൾ നീ വിശാലമാക്കണേ അല്ലാഹ്. റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളെ ബറക്കത്ത് കൊണ്ട് പടച്ച റബ്ബേ ഞങ്ങളെ ഖബറാളികൾക്ക് ഖബർ വെളിച്ചമാക്കി കൊടുക്കുക അല്ലാഹ്, സ്വർഗമാക്കി കൊടുക്കുക അല്ലാഹ്. ഞങ്ങളെ ഖബറാളികൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന നല്ല വിശ്വാസികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ മുത്തുനബിൻ്റെ പുന്നാരപ്പുമോൾ ഫാത്തിമ ബീവി പഠിപ്പിച്ചു തന്ന അല്ലാഹ് സ്വലാത്തു നൂറ് നല്ല നീയത്തോടു കൂടെ ചൊല്ലുക. സ്വലാത്ത് രാത്രിയിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് കിടക്കാന്നൊക്കെ പറഞ്ഞാൽ വലിയ ഭാഗ്യമുള്ള കാര്യമാണ്. അതിനുള്ള ഇന്ന് അള്ളാഹു നമുക്ക് ഭാഗ്യം തന്നു അല്ലേ. നാളത്തെ ദിവസം നമ്മൾ ഉണ്ടോയെന്നൊന്നും പറയാൻ പറ്റൂല. അള്ളാഹു നമുക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്ത് നൽകട്ടെ. നമ്മുടെ മക്കൾക്കും കുടുംബത്തിനൊക്കെ അള്ളാഹു ദീർഘായുസ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. മുത്തുനബിൻ്റെ പുന്നാരപ്പുമോൾ ഫാത്തിമ ബീവി ചൊല്ലിയ സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിലി اللهم صل على النور واهلي 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 اللهم صل على النور واهلي
അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിലി 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 ചൊല്ലി അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ് അസ്സലാത്തു والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا حبيب الله മുത്ത് റസൂലുള്ളാഹിക്ക് കാണിച്ചു കൊടുക്കുക അല്ലാഹ് അവിടുത്തെ തിരുനോട്ടം നൽകുക അല്ലാഹ് മക്കളുടെ വിവാഹം നടക്കാൻ വേണ്ടി പ്രത്യേകം ദുആ കൊണ്ടറിയിച്ചവരുണ്ട് ഈ വീട് പണി പൂർത്തിയാകാൻ വേണ്ടി ദുആ കൊണ്ടറിയിച്ചവരുണ്ട് മക്കളുണ്ടാകാൻ വേണ്ടി ദുആ കൊണ്ടറിയിച്ചവരുണ്ട് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ തൈറോയിഡ് തുടങ്ങിയ രോഗങ്ങളിൽ നിന്ന് അല്ലാഹുവേ വിജയിച്ച് കിട്ടാൻ വേണ്ടി ശിഫയായി കിട്ടാൻ വേണ്ടി ദുആ കൊണ്ടറിയിച്ചവരുണ്ട് മാനസികമായ പിരിമുറുക്കങ്ങളിൽപ്പെട്ട് അല്ലാഹ് സമതല നെറ്റി നടക്കുന്ന ആളുകളുണ്ട് റബ്ബേ ഞങ്ങളെ കുടുംബങ്ങളിലുണ്ട് ബന്ധങ്ങളിലുണ്ട് പലരും കണ്ണീര് വാർത്തുകൊണ്ട് ദുആ കൊണ്ടറിയിച്ചവരാണ് അല്ലാഹ് വീട് പണിയൊന്ന് പൂർത്തിയാകണമെന്ന് പറഞ്ഞ് അല്ലാഹ് പ്രത്യേകം ദുആ കൊണ്ടറിയിച്ചവരുണ്ട് എല്ലാവരുടെ ഹലാലായ മുറാദുകളും ഉദ്ദേശങ്ങളും സാധിപ്പിക്കണേ അല്ലാഹ് ഖൈറായ ഉദ്ദേശങ്ങൾ സാധിപ്പിക്കണേ അല്ലാഹ് ഞങ്ങളെ വെറും കയ്യോടെ മടക്കല്ലേ നാഥാ അല്ലാഹുവേ എൻ്റെ വീട്ടിൽ തന്നെ വന്ന് കണ്ട് സംസാരിക്കുന്നവരുണ്ട് അല്ലാഹ് ഒരുപാട് സങ്കടങ്ങൾ പറയുന്നവരുണ്ട് ആര് എന്ത് ഉദ്ദേശത്തോടു കൂടെ വരുന്നോ എല്ലാവരുടെ ഹലാലായ മുറാദുകളും ഹാസുലാക്ക് നാഥാ ഹലാലായ ഖൈറായ ഉദ്ദേശങ്ങൾ സാധിപ്പിക്കണേ അല്ലാഹ് മുഅ്മിനീങ്ങളെ ഉമ്മ മരണപ്പെട്ടു പോയി നല്ലതുപോലെ ശ്രദ്ധിച്ച് കേൾക്കണം നല്ലതുപോലെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഒരു ഉമ്മനെ വിളിച്ച് പറയാണ് അവരുടെ മകള് മരണപ്പെട്ടു പോയി അങ്ങനെ ഭർത്താവ് നിലവിലുണ്ട് മകള് മരണപ്പെട്ടു പോയി ആ ഭർത്താവിന് ആ മകൾക്കും കൂടെയുള്ള മക്കൾ ഇപ്പോ ആ ഉമ്മന്റെ വീട്ടുകാരാണ് നോക്കുന്നത് അതെന്തൊരു അവസ്ഥയാണ് ബാപ്പന്റെ കുടുംബം തിരിഞ്ഞു നോക്കുന്നില്ലത്രേ അത് നമ്മുടെ നാട്ടില് ഒരു പൊതു സ്വഭാവമായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ഒരു പൊതു സ്വഭാവമായിട്ട് അല്ലേ നമ്മൾ അങ്ങനെയല്ലേ കേട്ടിട്ടുള്ളത് എല്ലാവരും കമന്റില് ഒന്ന് അറിയിച്ചേ ഇപ്പോ ഭാര്യ മരണപ്പെട്ടു പോയാല് ആ ഭാര്യന്റെ ബാപ്പയും ഉമ്മയും അതുപോലെ ബന്ധപ്പെട്ട ആളുകളുമാണ് എന്ത് ചെയ്യാറുള്ളത് മക്കളെ നോക്കാറുള്ളത് അങ്ങനെ തന്നെയല്ലേ ഉപ്പ മരണപ്പെട്ടു പോയാൽ എന്ത് ചെയ്യാറ് ഇപ്പൊ ഉപ്പ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആരാണ് നോക്കാറ് വരെ ഉപ്പാന്റെ ഉപ്പയോ ഉപ്പാന്റെ ഉമ്മയോ അല്ലെങ്കിൽ ഉപ്പാന്റെ ജ്യേഷ്ഠനോ അനുജനോ അങ്ങനെ ആരെങ്കിലും ആണോ നോക്കാറുള്ളത് അല്ല അല്ലേ അവരൊന്നും ഒരു ബന്ധം ഉണ്ടാവൂല ഉപ്പ മരിച്ചതിന്റെ പിന്നാലെ വരും മരിച്ചു പോയിട്ടുണ്ടാവും മാനസികമായിട്ടേ ഇതിന്റെ അനുജന്റെ മകനാണ് അല്ലെങ്കിൽ ഇതിന്റെ ജ്യേഷ്ഠന്റെ മകനാണെന്ന് വല്ല ബോധം നമ്മുടെ നാട്ടിലുണ്ടോ നോക്കിങ്ങള് എന്നാലോ ഉമ്മ മരണപ്പെട്ടു പോയാൽ ഉമ്മാന്റെ സഹോദരി ഉമ്മാന്റെ അനുജൻ ഉമ്മാന്റെ ഏട്ടൻ ഉമ്മാന്റെ ഉപ്പ ഉമ്മാന്റെ ഉമ്മ ഇവരൊക്കെ വലിയ സ്നേഹത്തോടെ നോക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യം ഭാര്യ വീട്ടുകാരെ വല്ലാതെ അങ്ങോട്ട് വെറുപ്പിക്കണ്ട വല്ലാതെ അങ്ങോട്ട് വെറുപ്പിക്കണ്ട നമ്മുടെ ശ്വാസം അങ്ങോട്ട് നിലച്ചു പോയാലുണ്ടല്ലോ നമ്മുടെ ശ്വാസം അങ്ങോട്ട് നിലച്ചു പോയാല് നമ്മുടെ മക്കളെ നോക്ക പിന്നെ ആരാന്നറിയോ നിന്റെ ബാപ്പയും നിന്റെ ഉമ്മയും നിന്റെ കൂടപ്പിറപ്പിങ്ങളും നിങ്ങളുടെ മക്കളെ തൊട്ട് തിരിഞ്ഞു കളയുമ്പോ ഈ ഭാര്യയുടെ ബാപ്പയും ഉമ്മയും ആങ്ങളാരൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ആ കാര്യം നല്ലതുപോലെ ശ്രദ്ധിക്കണം ഇത് ജ്യേഷ്ഠനും അല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വരുമ്പോഴത്തേക്കും
അവിടെ പോയിട്ട് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുക, ഭാര്യൻ്റെ വീട്ടുകാരെ വില കുറച്ച് കാണുക, അങ്ങനത്തെ ആ നാറിയ സ്വഭാവം ഉണ്ടല്ലോ, അത് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണം. എന്നിട്ടൊന്ന് നന്നാകണം. നമ്മുടെ ജീവൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആരേ ഉണ്ടാവുള്ളൂ? ഈ പറഞ്ഞ ഭാര്യന്റെ ബാപ്പിയും ഉമ്മയൊക്കെ തന്നെ നമ്മുടെ മക്കളെ നോക്കുള്ളൂ. എത്ര അനുഭവ. ഞാൻ നിങ്ങളോടൊരു സത്യാവസ്ഥ പറയട്ടെ. ഞാൻ നിങ്ങളോടൊരു സത്യാവസ്ഥ പറഞ്ഞു തരാം. പറയണോ? പറയണമെങ്കിൽ കമന്റിൽ ഓക്കെ അറിയിക്കും. എന്നാ ഞാൻ പറയാം. മജ്ലിസ് തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം ഒരു വർഷം കഴിഞ്ഞു അല്ലേ? ഒരു വർഷം കഴിഞ്ഞു. ഇത്ര കാലമായിട്ടും ഞാൻ എന്ത് കേട്ടിട്ടില്ല? ഭാര്യ മരിച്ചിട്ട് ഭർത്താവിന്റെ ആളുകൾ നോക്കിയതായിട്ടുള്ള ഒരു ചരിത്രം ഞാൻ കേട്ടിട്ടില്ല. ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് വേറെ കെട്ടുക, എന്നിട്ട് ഇവന്റെ കുട്ടിനെ ആര് നോക്കുക? ഭാര്യന്റെ വീട്ടുകാർ നോക്കുക. അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളൂ. അതല്ലാതെ ഭാര്യ മരിച്ചിട്ട് ഭർത്താവ് നോക്കുന്ന ഒരു രൂപപ്പല്ലല്ലോ. അതെന്താ സംഭവം? ഞാനിത് കേൾക്കാത്തോണ്ടാണോ എൻ്റെ അടുത്ത് അങ്ങനത്തെ വിഷയം അതായിരിക്കണം അല്ലേ? അങ്ങനെ ആയിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് കുടുംബജീവിതമാണ് നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോവുക. കെട്ടിക്കൊണ്ടുവന്ന ഭാര്യ, അവരെ ഇടങ്ങാറാക്കുന്ന കുറേ തൊലിയന്മാരുണ്ട്. അവര് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളെ ഭാര്യനെ കുറിച്ചൊന്ന് ശരിക്കൊന്ന് ഇരുന്നൊന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങളെ ഭാര്യ എന്ന് പറഞ്ഞ ആ സാധനം ഉണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്ന് നിങ്ങൾ ചിന്തിക്കുക. അങ്ങാടി കൂടെ ഈ നഗരത്തിലൂടെ ഇങ്ങനെ തെണ്ടി നടക്കുമ്പോൾ നഗരസഭയുടെ ചെയർമാൻ പിടിച്ച് നിങ്ങളെ കയ്യിൽ തന്നാണോ? കൊണ്ടുപോയി നോക്കിക്കോന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നതാണോ? നിങ്ങളെ വീട്ടിലുള്ള ഭാര്യമാര്? അല്ലല്ലോ. അവരെ സ്കൂളിലേക്ക് കൊണ്ടുപോക്കാൻ ബാപ്പ കൂടെ പോയിട്ടുണ്ട്. അവരെ ബസ് സ്റ്റോപ്പിലേക്കൊന്ന് ബസ് കയറാൻ കൊണ്ടുപോക്കാൻ ബാപ്പ കൂടെ പോയിട്ടുണ്ട്. അങ്ങനെ എന്തൊരു കാര്യത്തിനും ബാപ്പയും കൂടപ്പറപ്പിങ്ങളും മുന്നിലും പിന്നിലും അങ്ങനെ വളരെ സ്നേഹത്തോടു കൂടി നോക്കി വളർത്തി വലുതാക്കി. എൻ്റെ ഒരു 3 പവന്റെ മഹർമേ അനക്ക് തന്നതാന്ന് വിചാരിച്ചതാ? അങ്ങനെ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? 3 പവൻ മഹർ കണ്ടപ്പോഴത്തേക്കും എന്നാ എൻ്റെ കുട്ടിക്ക് ഈ 3 പവൻ മഹർ കൊടുക്കാണ് എൻ്റെ കുട്ടിനെ പിടിച്ചോന്ന് പറഞ്ഞ് തന്നാണോ? അല്ല. ഞാൻ നോക്കിയതുപോലെ എൻ്റെ മോളെ ഈ നോക്കുന്നു മനസ്സിലാക്കിയിട്ട് കയ്യിലേക്ക് വെച്ച് തന്നതാ. മനസ്സിലായോ? അത് നമ്മൾ ഭദ്രമായി നമ്മൾ കൊണ്ട് നടക്കണം. അവരെ ഇടങ്ങാറാക്കല്ല വേണ്ടത്. അവരെ ഇടങ്ങാറാക്കിയിട്ട്, അവരെ വേദനിപ്പിച്ച്, അവരെ കണ്ണീര് കുടിപ്പിച്ചിട്ട്, അവരെ കുടുംബക്കാരെ പറഞ്ഞിട്ട്, ബാപ്പാനി ഉമ്മാനി ചീത്ത പറഞ്ഞ്, അങ്ങനെ വളരെ ഒരു നീചനായി, ഒരു നികൃഷ്ടനായി, ഒരു വില കുറഞ്ഞവനായി, തരം താഴ്ന്നവനായി നമ്മൾ മാറാൻ പാടില്ല. അല്ലേ? നമ്മൾ നോക്ക്, അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വീട്ടിലുള്ള ഭാര്യയ്ക്കൊരു ഉമ്മുണ്ട്. ആ ഭാര്യന്റെ ഉമ്മ അവരുടെ മകളുടെ കൈവെള്ളയിലൊരു മുള്ളു കുത്തിയാൽ ഈ ലോകം മുഴുവൻ ഇടിഞ്ഞു വീണ പോലുള്ള സങ്കടമുള്ള ഉമ്മമാരായിരിക്കും. അവർക്ക് വേണ്ടാത്തത് കൊണ്ട് തന്നൊന്നുമല്ല, അവർക്ക് നോക്കാൻ അറിയാത്തത് കൊണ്ട് കെട്ടിച്ചു തന്നൊന്നുമല്ല. ഈ നോക്കുന്നു മനസ്സിലാക്കിയിട്ട്, ഈ ആണുങ്ങൾ നോക്കുന്നു മനസ്സിലാക്കിയിട്ട് കെട്ടിച്ചേരുന്നതാണ്. കുടുംബജീവിതങ്ങളൊക്കെ ഒരു തമാശ കളിയായി കാണുന്ന ആളുകളോടാണ് ഞാൻ ഈ പറയുന്നത്. കുടുംബ ബന്ധങ്ങളും എല്ലാം ഒരു തമാശക്കളിയായിട്ട്, ഇതെന്തോ ഒരു സൈസ് ഒരു കളി, എങ്ങനെയും അങ്ങോട്ട് തട്ടിമുട്ടി പോവുക. അങ്ങനെയൊന്നും പറ്റൂല. നമ്മുടെ ജീവിതം എന്തായിരിക്കണം? നല്ല സന്തോഷത്തിലുള്ള ജീവിതമായിരിക്കണം, നല്ല റാഹത്തുള്ള ജീവിതമായിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ കുടുംബം എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാക്കിയത്? കൂടുമ്പോ ഇമ്പം വരണം, അതിനാണ് കുടുംബം എന്ന് പറയുക. ഇത് 4 ആൾ കൂടിക്കഴിഞ്ഞാൽ ഒച്ചപ്പാടും ബഹളവും തെറിയും കുത്തും വെട്ടും കൊലപാതകവും പോലീസും കേസും വക്കീലും കോടതിയും. ഇതല്ലേ ഇപ്പൊ നമ്മുടെയൊക്കെ കുടുംബത്തിന്റെ അവസ്ഥ? ചിന്തിച്ചു നോക്ക്. ഇപ്പൊ ഈ മജ്ലിസിൽ വന്നിരുന്നിട്ട് വലിയ വായിൽ ആമീൻ പറയുന്ന, ഞാൻ എല്ലാരോടും കൂടെ പറയുന്നത്, അത് ഇന്നെ കേൾക്കുന്ന നിങ്ങളോട്
പറയൽ ഞാനൊരു കടമപ്പെട്ട ആളാന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങളെ മകൻ കെട്ടിക്കൊണ്ടുവന്ന ഭാര്യ, അവന്റെ ഭാര്യ ഉണ്ടല്ലോ, അവരെ മകളായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങളൊരു ഉമ്മയായാൽ അത് നിങ്ങൾക്ക് മകളാകും, മനസ്സിലാക്കണം. നിങ്ങൾ അമ്മായിമ്മയായി നിന്നാല് ഒരിക്കലും നിങ്ങൾക്ക് കയറി വന്ന ആ മരുവളുണ്ടല്ലോ മകളായി മാറൂല അല്ലേ? മകളരുന്നൊരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ അത് സാരല്ല, അത് പോട്ടെ. അത് എത്ര കണ്ട് മറച്ചു വെക്കാൻ പറ്റുമോ അത്രത്തോളം പൂഴ്ത്തി വെക്കും. എന്നാ മരുവളത്തുനിന്നൊരു പ്രശ്നം ഉണ്ടായാലോ നാട് മുഴുവനും കൊട്ടിപ്പാടി വഷളാക്കി അപ്പുറത്ത് പറഞ്ഞ് അതിൻ്റെ അപ്പുറത്ത് പറഞ്ഞ് കുടുംബത്തിൽ മുഴുവൻ പറഞ്ഞ് ഓള് മനഃപൂർവ്വം ചെയ്യുന്നതാ. വിചാരിച്ച ഓളല്ല ഓള്, നമ്മൾ കണ്ട ആളൊന്നുമല്ല ഓള് ചില്ലറക്കാരത്തിയൊന്നും അല്ലട്ടോ, മനഃപൂർവ്വം ചെയ്യുന്നതാണ് ഓള്. കൽപ്പിച്ചൂട്ടി കാണിച്ചു കൂട്ടുന്നതാണ് അല്ലേ? മകള് ചെയ്താല് ചക്കരി, മരോള് ചെയ്താല് കൊപ്പരി. അങ്ങനെയാണ്. അങ്ങനെയൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല ബുദ്ധി തരട്ടെ. അള്ളാഹു നല്ല ബുദ്ധി തരട്ടെ. അയലോക്കത്തും അപ്പുറത്തുപ്പുറത്തൊക്കെ പറഞ്ഞു നടക്കുക മരുവളെ കുറ്റേ. എന്നാൽ ഈ പറയുന്ന ഈ സ്ത്രീ ചിന്തിക്കുന്നുണ്ടോ? ഞാനൊന്ന് തട്ടി വീണാൽ എൻ്റെ കാലോ കയ്യോ ഒടിഞ്ഞാല് ഈ മരുവളെ ഉണ്ടാവുള്ളൂ എന്ന് ചിന്തിക്കുന്നുണ്ടോ? അപ്പുറത്തെ വീട്ടിലെ ഇത്താമാര് വരുമോ, അയൽവാസികൾ വരുമോ 3 നേരം വെച്ചുണ്ടാക്കിയിട്ട് വായിലേക്ക് ഉരുട്ടി വെച്ച് തരാൻ? അല്ലെങ്കിൽ നിങ്ങൾ കെട്ടിച്ചു വിട്ട വീട്ടിലുള്ള പെൺകുട്ടികൾ, നിങ്ങൾ കെട്ടിച്ചു വിട്ടതാണ് പെൺകുട്ടികളൊക്കെ, അവരിങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ലീവ് എടുത്തിട്ട് ഇങ്ങോട്ട് വരുമോ? ഒന്ന് വീണ് നോക്കണം, അപ്പം അറിയാം ബാക്കി കാര്യങ്ങൾ. ഒന്ന് വീണ് നോക്കണം. ഇതെപ്പ നോക്കിയാലും മരുവളെ കുറ്റം പറയാൻ മാണ്ടി ജനിച്ചൊരു ജീവിയായിട്ട് നമ്മൾ മാറാൻ പാടില്ല. അല്ലേ? മകക്ക് സുഖമില്ലെങ്കിൽ അല്ലാ എന്താ സങ്കടം, എൻ്റെ കുട്ടിക്ക് അതാണ് ഇതാണ്. മരുവൾക്ക് എല്ലോ പനിയോ അല്ലെങ്കിൽ രോഗം ഉണ്ടായി കഴിഞ്ഞാൽ അതോളെ അഭിനയാണ്, അതോളെ കാട്ടിക്കൂട്ടലാണ്. അങ്ങനെയൊന്നും ആയാൽ പറ്റൂല. പ്രിയമുള്ള ഉമ്മമാരെ, സഹോദരിമാരെ, ഈ കുറേ പ്രായം എത്തി 50-60 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ ഈ വയസ്സായ ആളുകളുടെ സ്വഭാവം മാറൂല. പക്ഷേ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് നല്ല രൂപത്തിലൊരു ജീവിതം ഉണ്ടാകണമെങ്കിൽ, നല്ല രൂപത്തിൽ ഒരു സന്തോഷമുള്ളൊരു ജീവിതം ഉണ്ടാകണമെങ്കിൽ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ആ മരുമകൾ അവരൊക്കാരല്ലോ എപ്പോഴും നിങ്ങളെ കൂടെ ഉണ്ടാകും. മകളൊക്കെ കെട്ടിച്ചു വിട്ടോടത്തായിരിക്കുമല്ലോ. അവരിൽ നിന്ന് മനസ്സറിഞ്ഞ് ഒരു വെള്ളം കിട്ടണമെങ്കിൽ നിങ്ങൾ കുടിക്കുകയും നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചൊല്ലി എന്ന് പറയണമെങ്കിലേ നല്ലപോലെ നിൽക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പിന്നെ ഈ ഭർത്താക്കന്മാരോടും പറയാനുള്ളത്, നിങ്ങളെ ദാമ്പത്യ ജീവിതത്തിന്റെ അടിയുള്ള കാര്യങ്ങളൊക്കെ ഉമ്മാനോട് പോയി ഒറ്റാൻ നിൽക്കണ്ട. അതൊക്കെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനത്തെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല. ചില ഭർത്താക്കന്മാരുണ്ട് തൊട്ടവും പിടിച്ചൊക്കെ എന്ത് ചെയ്യും, ഉമ്മ ഓള് ഇങ്ങനെ പറഞ്ഞു, ഇന്നലെ രാത്രി ഓൾ അങ്ങനെ പറഞ്ഞു, അത് ഇങ്ങനെ പറഞ്ഞു. അതൊക്കെ ആണുങ്ങൾക്ക് ചേർന്ന പരിപാടിയല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ, ആണുങ്ങൾക്ക് ചേർന്ന പരിപാടിയല്ല. അതൊക്കെ ഒരു പെങ്കൂസന്മാരെ പരിപാടിയാണ്. ഒക്കെ ഉമ്മാക്ക് വിളിച്ച് പറയുക, അങ്ങോട്ട് പറയുക. പിന്നെ ഇപ്പം കെട്ടിക്കൊണ്ടുവരിക. ശരിക്കും മനസ്സിലാക്കിക്കോളി, ഇനി മക്കളൊക്കെ കല്യാണം കഴിപ്പിച്ച് വിടേണ്ട ഉമ്മമാര്, ആൺകുട്ടികളൊക്കെ കെട്ടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരേണ്ട ഉമ്മമാര് നല്ലതുപോലെ ശ്രദ്ധിച്ചോളി. പഴയതുപോലെ പെൺകുട്ടികളെ നിങ്ങൾക്ക് താരാട്ടാട്ട് പാടാൻ കിട്ടൂല. നിങ്ങൾക്ക് ഈ ചണ്ടമ്മ കൊട്ടണ പോലെ കൊട്ടാൻ കിട്ടൂല. അവരവരുടെ പാട്ടിന് പോകും. സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് കുടുംബജീവിതം നല്ല റാഹത്തിലായിരിക്കണം. പണ്ടുള്ള ഉമ്മമാരൊക്കെ നല്ല എത്ര പറഞ്ഞാലും കേട്ട് വെക്കും. ഇന്നത്തെ ഈ പോയി പണിയൊക്കെടാ കൊണ്ട് ഇറങ്ങിപ്പോവും. പിന്നെ മകന് പെണ്ണ് തിരഞ്ഞാൽ കിട്ടൂല. ഇന്നത്തെ കുട്ടികൾ ഒന്നാമത് എല്ലാവരും മനസ്സിലാക്കിക്കോളി. ഇപ്പം എനിക്ക് നിങ്ങൾ ഈ മജ്‌ലിസ് കാണുന്ന നിങ്ങളെല്ലാവരേക്കാൾ കൂടുതൽ ആളുകളുമായിട്ട് ബന്ധമുള്ള ഒരാളാണ് ഞാൻ. ഇപ്പം നോക്കി നിങ്ങൾ 2000-ലധികം ആളുകൾ മജ്‌ലിസ് കാണുന്നുണ്ട്. ഇനി ഇത് നാളെ നേരം വെളുക്കുമ്പോഴത്തേക്കും നിങ്ങൾ നോക്കിക്കോ 10-30,000-ന്റെ മേലെ ആളുകൾ ഇത് കാണുന്നുണ്ട്. എത്ര കോൾ ഒരു ദിവസം എനിക്ക് വരുന്നുണ്ട് നിങ്ങൾക്കറിയോ? ആദ്യത്തെ ഭാര്യ ജീവിതത്തിൽ നിന്ന് പോയാല് പിന്നെ രണ്ടാമത് ഒരു ഭാര്യ ഇല്ലാന്ന് ഇന്നത്തെ അവസ്ഥ അതാണ്. വേണമെങ്കിൽ മനസ്സിലാക്കി വെച്ചോളി. അതല്ല നിങ്ങളെ മകനിങ്ങനെ ഒറ്റത്തടിയായിട്ട് ആരോരും ഇല്ലാതെ ഇങ്ങനെ
ടെൻഷൻ അടിച്ച് വിഷമിച്ച് കുടുംബമല്ല, ഭാര്യയല്ല, മക്കളില്ലാതെ ജീവിക്കുന്നത് കാണാനാണോ നിങ്ങൾക്ക് താല്പര്യം? 24 മണിക്കൂറും നിങ്ങളെ സാരിത്തുമ്പം പിടിച്ച് നിങ്ങളെങ്ങനെ കൊഞ്ചിച്ചു കൊണ്ട് നടക്കാനാണോ നിങ്ങൾക്ക് താല്പര്യം? എന്നാ കുഴപ്പമില്ല. അതല്ല, മകൻ്റെ ഒരു സന്തോഷം, മകൻ്റെ ഒരു അത് കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എന്നാൽ ആ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനോട് നല്ലപോലെ നിന്നോളി. നല്ലപോലെ നിന്നാൽ തന്നെ കാര്യമുള്ളൂ. ഈ പറയുന്നത് ഒരു ചെവി കൂടെ കേൾക്കുക, മറ്റേ ചെവി കൂടെ വിടുന്ന ഒരു രൂപമാണെങ്കിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞുകൊണ്ടും നിങ്ങൾ ഈ കേട്ടുകൊണ്ടും നിങ്ങളെ നെറ്റ് വെറുതെ കളഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമല്ല. പോയി ഫായിദ നെഹിഹേ. മനസ്സിലായില്ലേ? അല്ലാ. അപ്പോൾ ചെറിയ ചെറിയ തെറ്റ് കാണുമ്പോഴത്തേക്കും ചാടിക്കേറി ഒരു തീരുമാനം എടുത്ത് ഒരു മധ്യസ്ഥം വിളിച്ച് പള്ളി കമ്മിറ്റിനെ അറിയിച്ച് എത്ര കേസുകളാണ് എൻ്റെ മുമ്പിൽ വരുന്നത്. ചെറിയ നിസ്സാരമായ കാര്യങ്ങളാണ്. അതിന് പള്ളി കമ്മിറ്റിനെ ഇടപെടിച്ച് അങ്ങോട്ട് പറഞ്ഞ് അങ്ങനെയൊന്നും നമുക്ക് അത് മകളിൽ നിന്നുണ്ടാകുകയാണെങ്കിൽ അത് പോട്ടെ, സാരല്ല. മരോളിൽ നിന്നുണ്ടാകുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ് ഓൾക്ക് അറിഞ്ഞുകൊണ്ട് ചെയ്താൽ ആ സ്വഭാവങ്ങളൊക്കെ മാറണം. ഞാൻ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ അയൽവക്കത്ത് നിങ്ങൾ പോയി പറയണം, നിങ്ങളെ കുടുംബങ്ങളിൽ പറയണം, നിങ്ങളെ മക്കൾക്ക്, വളർന്നു വരുന്ന മക്കൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം. അവർക്ക് ഈ മോശപ്പെട്ട ഈ സ്വഭാവം നിങ്ങൾ കൈമാറരുത്. നമ്മളൊക്കെ നല്ലതുപോലെ, ഞാൻ ആദ്യം എന്നോടാ പറയുന്നത് കേട്ടോ, രണ്ടാമത് മാത്രമേ നിങ്ങളോട് ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ആദ്യം എൻ്റെ നഫ്സിനോട് വയലു അറിയുന്ന ആളാ, അല്ലാതെ നിങ്ങളോട് പറയേണ്ട ആവശ്യം എനിക്കില്ല. എനിക്കെന്നെ സ്വയം നന്നാക്കിയിട്ട് മതിയല്ലോ നിങ്ങളെ നന്നാക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നതുകൊണ്ട് ഞാനും നന്നാകണം അല്ലേ? ഞാൻ ഈ ഒച്ചയിൽ പറയുമ്പോൾ ആദ്യം ഞാൻ എൻ്റെ ചെവിയിലാണ് കേൾക്കുന്നത്, എന്നിട്ടല്ലേ നിങ്ങൾ കേൾക്കുന്നത് അല്ലേ? അങ്ങനെ തന്നെയാണ്. അപ്പൊ ഞാൻ പറയാണ്, ഞാൻ എൻ്റെ ഒരു തലമുറക്ക് ഞാനൊരു വഴികാട്ടിയാകണം. വഴികാട്ടിയായി മാറണം. എല്ലാവരും ബഹുമാനിച്ച് ആദരിച്ച് നല്ല ഒരു മനുഷ്യനായിട്ട്, ഒരു മൃഗല്ല. സംഭവം കണ്ണുണ്ടാവും, 2 എണ്ണം, ചെവി ഉണ്ടാകും, എല്ലാം ഉണ്ടാവും. പക്ഷേ മൃഗത്തിന്റെ ഒരു മനസ്സ്, മൃഗത്തിന്റെ ഒരു സ്വഭാവം. മാൻകുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ കാട്ടുന്ന കണ്ടിട്ടില്ലേ? ഒരു സിംഹത്തിന്റെ മുമ്പിൽ ഒരു ചെറിയൊരു മാൻപേടയെ കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് അതിനെ കൊല്ലുന്നത്? സുബ്ഹാനല്ലാഹ്. അതുപോലെ പിന്നെന്താ, അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് മരുമകൾ അമ്മായിമ്മനോടും അമ്മായിമ്മ മരുമകളോടും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ പരസ്പരം നല്ല യോജിപ്പോടുകൂടെ, നല്ല സ്നേഹത്തോടുകൂടെ, നല്ല ഐക്യത്തോടുകൂടെ മുന്നോട്ട് പോകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബങ്ങളിലൊക്കെ വലിയ ബറക്കത്ത് നൽകട്ടെ. ആമീൻ പറയും, മടിച്ചു നിൽക്കണ്ട. അള്ളാഹു നമ്മുടെ കുടുംബത്തിലൊക്കെ വലിയ ഇസ്സത്ത് നൽകട്ടെ. ഇൻഷാ അള്ളാഹ് എല്ലാ ദിവസങ്ങളും മജ്ലിസിൽ പരമാവധി നിങ്ങൾ കഴിവിൻ്റെ പരമാവധി 8:45 വന്ന് മജ്ലിസിൽ പങ്കെടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. എല്ലാ ദിവസവും രാത്രി 8:45 നമ്മൾ മജ്ലിസ് നടക്കുന്നുണ്ട്. നമ്മളിതിലൊരു വേണ്ടാത്തവർ നമ്മൾ പറയുന്നില്ല. നമ്മൾ ഈ ഓൺലൈനിൽ മജ്ലിസ് ഇങ്ങനെ തുറന്നു വെച്ചിട്ട് ഇതിൽ ആരെയും കുറ്റം കുറവൊന്നും പറയുന്നില്ല. യാഥാർത്ഥ്യങ്ങൾ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. ചില ആളുകൾക്ക് മനസ്സിലാകാറുണ്ട്, ചില ആളുകൾക്ക് മനസ്സിലാകാറുമില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാകുന്ന ബുദ്ധിയുള്ള വിവരമുള്ള ആളുകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇടങ്ങാറാക്കാന്നൊക്കെ അതൊക്കെ പാണ്ടിക്കാട് കുഞ്ഞാൻ പറയുന്ന ഒരു ഉസുരുമ്പുളില്ലാത്ത പരിപാടിയാണ്. അതുകൊണ്ട് കാലം മാറി, എല്ലാവരും നല്ലതുപോലെ ജീവിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അള്ളാഹ് ഇനി നമ്മൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലാണ്, അള്ളാഹിനെ വിളിക്കാണ്. അള്ളാഹിന്റെ നാമങ്ങളെ 99 നാമങ്ങൾ നമ്മളെല്ലാ ദിവസവും മജ്ലിസിൽ വിളിക്കുന്ന പോലെ നമ്മൾ അള്ളാഹിന്റെ നാമങ്ങൾ വിളിക്കാണ്. നമ്മുടെ മനസ്സിലെ പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ അതൊക്കെ ഒന്ന് മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നേ. എന്നിട്ട് അള്ളാഹിനെങ്ങനെ ആവർത്തി വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹ് കാണാതിരിക്കൂല. നമ്മുടെ സങ്കടങ്ങളെ അള്ളാഹ് കേൾക്കാതിരിക്കൂല. അള്ളാഹ് കാണും, കേൾക്കും, അള്ളാഹ് അറിയും, അള്ളാഹ് പരിഹരിക്കും. അതിന് നല്ലൊരു മനസ്സുണ്ടായിരിക്കുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത്. അള്ളാഹു നമ്മുടെ മനസ്സിലുള്ള കറകൾ അള്ളാഹു നീക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ മനസ്സിലെ കറകൾ അള്ളാഹു നീക്കി തരട്ടെ. ആമീൻ പറയും. അള്ളാഹുവേ, ഞങ്ങളെ മനസ്സിലെ കറകളെ നീക്കണേ അല്ലാ. നല്ല ഹൃദയത്തിന്റെ ഉടമകളാക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മജ്ലിസിൽ വെള്ളം വെച്ചവരുണ്ടോ? എല്ലാവരും വെള്ളം വെച്ചോളിയും, ഔറത്ത് മറച്ചോളിയും, തലയിൽ ആ തട്ടൊക്കെ നേരടിയും. ചാടിപ്പോയാൽ അതൊക്കെ ഒന്ന് നേരെ ഇട്ടിട്ട് നല്ല വൃത്തിയോടുകൂടെ അതബോടുകൂടെ അച്ചടക്കത്തോടുകൂടെ മജ്ലിസിലിരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ. യാ അല്ലാഹ്,
യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലിക്കു യാ അല്ലാഹ്, യാ ഖുദ്ദൂസു യാ അല്ലാഹ്, യാ സലാമു യാ അല്ലാഹ്, യാ മുഅ്മിനു യാ അല്ലാഹ്, യാ മുഹൈമിനു യാ അല്ലാഹ്, യാ അസീസു യാ അല്ലാഹ്, യാ ജബ്ബാറു യാ അല്ലാഹ്, യാ മുതകബ്ബിറു യാ അല്ലാഹ്, യാ ഖാലിഖു യാ അല്ലാഹ്, യാ ബാരിഉ യാ അല്ലാഹ്, യാ മുസവ്വിറു യാ അല്ലാഹ്, يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابض يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا الله يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد ചൊല്ല് 11 തവണ അൽഹംദുലില്ലാഹ് 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 ثم അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയത് നീ ഏറ്റെടുക്കണേ അല്ലാ. യാ അല്ലാഹു യാ അല്ലാഹു ഫർജിനാ മിൻ വബാ. യാ അല്ലാഹു യാ അല്ലാഹു ഫർഹിനാ ബിന്നൂബാ ബി അസ്മാഇകൽ ഹുസ്നാ ഉൻസുർനാ യാ അല്ലാഹ് അജ്ജിൽനാ ബിൽ ഫത്ഹി യാ അല്ലാഹു യാ അല്ലാഹ്. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. പടച്ച റബ്ബേ നല്ല നീയത്തോടുകൂടെ നിന്റെ നാമങ്ങൾ ചൊല്ലാൻ ഞങ്ങൾക്ക് അവസരം നൽകണേ അല്ലാ. എല്ലാ രോഗങ്ങളിൽ നിന്നും മുക്തി നേടണം, എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടണമെന്ന നീയത്തും വെച്ച് അസ്മാഉൽ ഹുസ്ന എല്ലാവരും കൂടെ ചൊല്ലിക്കേ. അല്ലാഹു സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹുല്ലദീ لا إله إلا هو يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله
യാ വഹാബ് യാ അല്ലാഹ് യാ റസാഖ് യാ അല്ലാഹ് യാ ഫത്താഹ് യാ അല്ലാഹ് യാ അലീം യാ അല്ലാഹ് യാ ഖാബിദ് യാ അല്ലാഹ് യാ ബാസിത് യാ അല്ലാഹ് യാ ഖാഫിദ് യാ അല്ലാഹ് യാ റാഫിഉ യാ അല്ലാഹ് യാ മുഇസ്സു യാ അല്ലാഹ് യാ മുദില്ലു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ ഹകമു യാ അല്ലാഹ് യാ അദ്ലു യാ അല്ലാഹ് യാ ലത്തീഫു യാ അല്ലാഹ് യാ ഖബീറു യാ അല്ലാഹ് യാ ഹലീമു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഗഫൂറു യാ അല്ലാഹ് യാ ശകൂറു യാ അല്ലാഹ് യാ അലിയു യാ അല്ലാഹ് യാ കബീറു യാ അല്ലാഹ് യാ ഹഫീദു യാ അല്ലാഹ് യാ മുഖീതു യാ അല്ലാഹ് യാ ഹസീബു യാ അല്ലാഹ് യാ ജലീലു യാ അല്ലാഹ് യാ കരീമു യാ അല്ലാഹ് യാ റഖീബു യാ അല്ലാഹ് യാ മുജീബു യാ അല്ലാഹ് യാ വാസിഉ യാ അല്ലാഹ് യാ ഹകീമു യാ അല്ലാഹ് യാ വദൂദു യാ അല്ലാഹ് യാ മജീദു യാ അല്ലാഹ് യാ ബാഇസു യാ അല്ലാഹ് യാ ഷഹീദു യാ അല്ലാഹ് യാ ഹഖു യാ അല്ലാഹ് യാ വകീലു യാ അല്ലാഹ് യാ ഖവിയ്യു യാ അല്ലാഹ് യാ മതീനു യാ അല്ലാഹ് യാ വലിയു യാ അല്ലാഹ് യാ ഹമീദു യാ അല്ലാഹ് യാ മുഹ്സി യാ അല്ലാഹ് യാ മുബ്ദിഉ യാ അല്ലാഹ് യാ മുഈദു യാ അല്ലാഹ് യാ മുഹയ്യി യാ അല്ലാഹ് യാ മുമീതു യാ അല്ലാഹ് യാ ഹയ്യു യാ അല്ലാഹ് യാ ഖയ്യൂമു യാ അല്ലാഹ് യാ വാജിദു യാ അല്ലാഹ് യാ മാജിദു യാ അല്ലാഹ് യാ വാഹിദു യാ അല്ലാഹ് യാ അഹദു യാ അല്ലാഹ് യാ സമദു യാ അല്ലാഹ് യാ ഖാദിറു യാ അല്ലാഹ് യാ മുഖ്തദിറു യാ അല്ലാഹ് യാ മുഖദ്ദിമു യാ അല്ലാഹ് യാ മുഅഖിറു യാ അല്ലാഹ് യാ അവ്വലു യാ അല്ലാഹ് യാ ആഖിറു യാ അല്ലാഹ് യാ ളാഹിറു യാ അല്ലാഹ് യാ ബാത്തിനു യാ അല്ലാഹ് യാ വാലി യാ അല്ലാഹ് യാ മുതആലി യാ അല്ലാഹ് യാ ബർറു യാ അല്ലാഹ് യാ തവ്വാബ് യാ അല്ലാഹ് യാ മുന്തഖിമു യാ അല്ലാഹ് യാ അഫുവു യാ അല്ലാഹ് യാ റഊഫു യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ അല്ലാഹ് യാ ദൽ ജലാലി വൽ ഇക്റാമി യാ അല്ലാഹ് യാ മുഖ്സിതു യാ അല്ലാഹ് യാ ജാമിഉ യാ അല്ലാഹ് യാ ഗനിയു യാ അല്ലാഹ് യാ മുഗ്നി യാ അല്ലാഹ് യാ മാനിഉ യാ അല്ലാഹ് യാ അല്ലാഹു യാ അല്ലാഹ് യാ നാഫിഉ യാ അല്ലാഹ് യാ നൂറു യാ അല്ലാഹ് യാ ഹാദി യാ അല്ലാഹ് യാ ബദീഉ യാ അല്ലാഹ് യാ ബാഖി യാ അല്ലാഹ് യാ വാരിസ് യാ അല്ലാഹ് യാ റഷീദു യാ അല്ലാഹ് യാ സബൂറു യാ അല്ലാഹ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് 11 തവണ ചൊല്ല് അൽഹംദുലില്ലാഹ് 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 സുമ്മ അൽഹംദുലില്ലാഹ്. അള്ളാഹുവേ ഏറ്റെടുക്ക റബ്ബേ, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ മാപ്പാക്കി ഞങ്ങളിൽ നിന്ന് ഏറ്റെടുക്കണേ നാദായ അല്ലാഹു യാ അല്ലാഹു ഫരിജ്നാ മിൻ വാബാ യാ അല്ലാഹു യാ അല്ലാഹു ഫരിഹ്നാ ബിന്നൂബാ ബി അസ്മാഇകൽ ഹുസ്നാ ഉൻസുർനാ യാ അല്ലാഹ് അജ്ജിൽനാ ബിൽ ഫത്ഹി യാ അല്ലാഹു യാ അല്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ പറഞ്ഞേ. അള്ളാഹുവേ നീ ഏറ്റെടുക്കണേ അല്ലാ. ഞങ്ങളെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. ക്യാൻസർ നൽകല്ലേ അല്ലാ, ട്യൂമർ നൽകല്ലേ അല്ലാ, ബ്ലോക്ക് നൽകല്ലേ അല്ലാ, സ്ട്രോക്ക് നൽകല്ലേ അല്ലാ. അള്ളാഹുവേ ഈ പറയപ്പെട്ട രോഗങ്ങൾ ഞങ്ങളെ കുടുംബത്തിൽ ഞങ്ങളെ ബന്ധങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ ബറക്കത്ത് കൊണ്ട് അതിൽ നിന്നൊക്കെ സലാമത്ത് നൽകണേ അല്ലാ. ദണ്ണവും വബാവാ സൂരിയും മറ്റുള്ള ദീനമടങ്കലും നബി തങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന. ചൊല്ല് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഅ്മിനീങ്ങളെ, ഇനി നമ്മൾ ചൊല്ലുന്നത് 3-ാമത്തെ അസ്മാഉൽ ഹുസ്നയാണ്. അല്ലാഹുവിൻ്റെ വിശിഷ്ടമാക്കപ്പെട്ട നാമങ്ങളാണ്. ആ ബോധത്തോടുകൂടെ എല്ലാവരും ഒന്ന് ചൊല്ലിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കടങ്ങൾ വീടണമെന്ന നിയ്യത്ത് വെച്ചോ. പ്രിയമുള്ള ചെറുപ്പക്കാരെ, പ്രിയമുള്ള ഉമ്മമാരെ, ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു
يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابل يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا الله يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا بارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد. ചൊല്ല് 11 തവണ അൽഹംദുലില്ലാഹ് 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 സുമ്മ അൽഹംദുലില്ലാഹ്. മുഅ്മിനീങ്ങളെ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. നൂറുൽ ഹുദാ കുടുംബങ്ങളെ എല്ലാവരും കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. യാ അല്ലാഹു യാ അല്ലാഹ് ഫരിജ്നാ മിൻ വാബാ യാ അല്ലാഹു യാ അല്ലാഹു فرحنا بالنوبة بأسمائك الحسنى انصرنا يا الله أجلنا بالفتح يا الله يا الله. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു ഏറ്റെടുക്കട്ടെ. മുഅ്മിനീങ്ങളെ നല്ല നീയത്തോടുകൂടെ ഇനി 4-ാമത്തെ അസ്മാഉൽ ഹുസ്നയാണ് ചൊല്ലേണ്ടത്. പടച്ച റബ്ബേ, ഞങ്ങളെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട് അല്ലാ, നീറിപ്പുകയുകയാണല്ലാ, ഞങ്ങൾ നീറുകയാണല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ സങ്കടം നിനക്കറിയാമല്ലോ. ഞങ്ങളെ കൽബ് അല്ലാ നിന്നേക്കാൾ അറിയുന്ന വേറൊരാളില്ലല്ലോ. പടച്ച റബ്ബേ, ഞങ്ങളെ മനസ്സിൻ്റെ വിഷമങ്ങളിൽ നിന്ന് ഞങ്ങൾക്കൊരു മോചനം നൽകണേ അല്ലാ. പലരും പടച്ച റബ്ബേ മാനസിക രോഗത്തിനും മരുന്ന് കുടിക്കുന്നവരാണല്ലാ. അല്ലാ, മാനസിക രോഗത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, അമിതമായ ചിന്തകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, വസ്വാസിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ.
മുഅ്മിനീങ്ങളെ, നാലാമത്തെ അസ്മാഉൽ ഹുസ്ന നിയ്യത്തോടുകൂടെ ചൊല്ലിക്കോ. മക്കള് നേരാകണം. മക്കള് മുഴുവനും അല്ലാഹുവേ നാണിച്ചു പോകും. മൂക്കത്ത് വിരല് വെച്ച് പോകുന്ന നിലക്കുള്ള തോന്നിവാസങ്ങളിൽ ഏർപ്പെട്ട് സമുദായത്തെ പറയിപ്പിച്ച് സമൂഹത്തെ പറയിപ്പിച്ച് സമൂഹത്തിന് ഉപകാരമുള്ള ഒരൊറ്റ പ്രവർത്തനവും ഇന്നത്തെ യുവാക്കളിൽ നിന്ന് കാണുന്നില്ല. ഞങ്ങളെ യുവാക്കളെ നേരെയാക്കണേ ജാതി മത ഭേദമന്യേ ഞങ്ങളെ യുവത്വത്തെ നല്ലതിലേക്ക് എത്തിക്കണേ ജാതിയുടെ പേര് പറഞ്ഞ് അല്ലാഹുവേ ഗോത്രത്തിന്റെ പേര് പറഞ്ഞ് സമുദായത്തിന്റെ പേര് പറഞ്ഞ് മതത്തിന്റെ പേര് പറഞ്ഞ് കലഹിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ ഒത്തൊരുമയും ഐക്യവും നൽകണേ ജാതി മതഭേദമന്യേ ഒരമ്മ പറ്റ മക്കളെപ്പോലെ ഇന്ത്യ രാജ്യത്തിന്റെ അഖണ്ഡത കാത്തുസൂക്ഷിച്ച് ജീവിക്കുന്ന നല്ലവരിൽ ഉൾപ്പെടുത്തവണേ നല്ല മനുഷ്യരാക്കി തരണേ മൃഗങ്ങളെപ്പോലെ ചിന്തിക്കുന്നവരാക്കല്ലേ അല്ലാഹുവേ കശ്മീരില് അല്ലാഹുവേ ഇന്ന് ഞങ്ങള് സോഷ്യൽ മീഡിയകളിൽ കണ്ടൊരു വാർത്തയുണ്ട്. 27 ആളുകളെ ദുഷിച്ച മനസ്സിൻ്റെ ഉടമകൾ വെടിവെച്ച് വധിച്ചു കളഞ്ഞു എന്നുള്ള വാർത്ത ഞങ്ങൾ അറിഞ്ഞു. അല്ലാഹുവേ, കേരളത്തില് എറണാകുളത്ത് എടപ്പള്ളിയിലുള്ള ഒരു പ്രിയപ്പെട്ട ഒരു അച്ഛനുൾപ്പെടെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പടച്ച റബ്ബേ, ഇത്തരം അല്ലാഹുവേ മോശപ്പെട്ട ആളുകളിൽ നിന്ന് ളാലിമീങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണേ അല്ലാഹുവേ, ഞങ്ങളെ രാജ്യത്തിനെ സംരക്ഷിക്കണേ രാജ്യത്തിലെ സകലമാന ജനങ്ങൾക്കും സമാധാനം നൽകണേ ഈ രാജ്യത്തിൻ്റെ സമാധാനത്തിന് അല്ലാഹുവേ കളങ്കം സൃഷ്ടിക്കുന്നവരാരൊക്കെയാണോ അവരെല്ലാം നീ നിലക്ക് നിർത്തണേ അവൻ മുസ്ലിമാകട്ടെ, അവൻ ഹൈന്ദവനാകട്ടെ, അവൻ ക്രൈസ്തവനാകട്ടെ, വർഗീയത പറയുന്നവരെ നിലക്ക് നിർത്തണേ വർഗീയമായി ചിന്തിക്കുന്നവരെ നിലക്ക് നിർത്തണേ ഇവിടെ ആർക്കും ആരോടും വെറുപ്പ് വേണ്ട, ഒരു വിദ്വേഷവും വേണ്ട. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയമുള്ള മുത്ത് മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂൽ ഒരു ഹൈന്ദവനോട് വെറുപ്പ് വെക്കാൻ പറഞ്ഞിട്ടില്ല, ക്രൈസ്തവനോട് വെറുപ്പ് വെക്കാനും പറഞ്ഞിട്ടില്ല. എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരെയും ആദരിക്കണം, എല്ലാവരെയും ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ചു തന്ന നേതാവാണ് ഷഫീഉനാ റസൂലുള്ളാഹ്. അക്രിം ജാറക വലൗ കാന കാഫിറാ. നിന്റെ അയൽവാസി അവൻ അന്നമത വിശ്വാസിയാകട്ടെ, അവൻ ഏത് തരക്കാരനാകട്ടെ, ഏത് വംശക്കാരനാകട്ടെ, ഏത് വർണ്ണക്കാരനാകട്ടെ, ഏത് വർഗത്തിൽപ്പെട്ടവനാകട്ടെ, അവനെ ബഹുമാനിച്ചോളണമെന്ന് ഹബീബായ തങ്ങളുടെ അധ്യാപനമാണ്. നിങ്ങൾ കറി വെക്കുകയാണെങ്കിൽ അതിൽ വെള്ളം കൂട്ടി വെക്കണേ, എന്നിട്ട് നിങ്ങളുടെ അയൽവാസികൾക്ക് നിങ്ങൾ കൊടുക്കണേ എന്ന് പഠിപ്പിച്ച നേതാവ്. അവിടെ മുസ്ലിമിന് മാത്രം കൊടുക്കണമെന്നല്ല, നിസ്കാരത്തയമ്പ് നെറ്റിത്തടത്തിലുള്ളവന് മാത്രം കൊടുക്കണമെന്നല്ല, തലയിൽ തട്ടമിട്ട് നടക്കുന്ന താത്തമാർക്ക് മാത്രം കൊടുക്കണമെന്നല്ല. അള്ളാഹുവിൻ്റെ റസൂല് ഇവിടെ മതസൗഹാർദ്ദമാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പടച്ച റബ്ബേ, അതനുസരിച്ച് ജീവിക്കാൻ ഇവിടെ വർഗീയമായ ലഹളകൾ സൃഷ്ടിക്കുന്ന, കലാപങ്ങൾ ഉണ്ടാക്കുന്ന കലാപകാരികളെ നിലക്ക് നിർത്തണേ ഇന്ത്യ രാജ്യത്തിന് ശക്തി പകരണേ ഇന്ത്യ രാജ്യത്തിന് ശക്തി പകരണേ ഇവിടെ ഭരണം നടത്തുന്നവർക്ക് അല്ലാഹുവേ, ആരാണോ ആക്രമിച്ചത് അവരെ പ്രതിരോധിക്കാൻ, അവരെ തറം പറ്റിക്കാൻ അല്ലാഹുവേ നീ കരുത്ത് നൽകണേ ഇസ്സത്ത് നൽകണേ ഞങ്ങളെ രാജ്യത്തിനെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് എത്തിക്കണേ അല്ലാഹുവേ, വർഗീയത പറയുന്നവരുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ രാജ്യത്തെ രക്ഷപ്പെടുത്തണേ രാജ്യത്തിൻ്റെ സുന്ദരമായ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ അല്ലാഹുവേ ഞങ്ങളെല്ലാവരും ബാധ്യസ്ഥരാണ്. മുസ്ലിമാണെന്നില്ല, ഹൈന്ദവനോ ക്രൈസ്തവനാണോ എന്നില്ല, എല്ലാവർക്കും ഇവിടുത്തെ നിയമങ്ങൾ ഒരുപോലെ ബാധകമാണ്. പടച്ച റബ്ബേ, അതൊന്ന് ഏറ്റെടുത്ത് ജീവിതത്തെ ചിട്ടപ്പെടുത്തിയെടുക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ തൗഫീഖ് നൽകണേ ഹുബ്ബുൽ വത്നി മിനൽ ഈമാൻ. സ്വരാജ്യ സ്നേഹം അത് ഈമാനിൻ്റെ ഭാഗമാണ്. രാജ്യത്തോടുള്ള സ്നേഹം അത് ഈമാനിൻ്റെ ഭാഗമാണ്. എൻ്റെ മദീന നിങ്ങൾക്കെതിരെ വന്നാൽ നിങ്ങൾ നിങ്ങളെ നാടിൻ്റെ കൂടെ നിന്ന്
എൻ്റെ മദീനക്കെതിരെ യുദ്ധം ചെയ്യണേ എന്ന് പഠിപ്പിച്ചു തന്ന നേതാവിൻ്റെ അനുയായികളാണ് കേട്ടോ. അല്ലാ, ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാ, ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ, ഞങ്ങളെ ഇസ്സത്തിലാക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ, ഇനി നമ്മൾ ചൊല്ലുന്നത് 4ാമത്തെ അസ്മാഉൽ ഹുസ്നയാണ്. ആ മരണപ്പെട്ടു പോയവർക്ക് ശാന്തി ഉണ്ടാകാൻ അല്ലാഹുവേ, മുസ്ലിങ്ങളടക്കമുള്ള ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഹൈന്ദവർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാ, എടപ്പള്ളിയിലുള്ള ആ സഹോദരൻ്റെ കുടുംബത്തിന് നീ ക്ഷമ നൽകണേ അല്ലാ, ക്ഷമ നൽകണേ അല്ലാ. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ആ കുടുംബം അല്ലാഹുവേ വലിയ പ്രതിസന്ധിയിലാണ് പോയി. അല്ലാ, ഞങ്ങളെ രാജ്യം വലിയ ദുഃഖത്തിലാണ്, രാജ്യത്തിലുള്ള ഓരോ ജനങ്ങളും അല്ലാഹുവേ സങ്കടത്തിലാണ്. അല്ലാഹുവേ, ഇതുപോലെയുള്ള അക്രമങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ. സാധുക്കളായ ഞങ്ങളെല്ലാവരെയും രക്ഷപ്പെടുത്തണേ അല്ലാ. ഇൻഷാ അല്ലാ, ഇനി നമ്മൾ 4ാമത്തെ അസ്മാഉൽ ഹുസ്നയാണ് അല്ലേ? എല്ലാവരും നല്ല നിയ്യത്തോടു കൂടെ എൻ്റെ കൂടെ ചൊല്ലുക. അള്ളാഹു സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ ഖുദ്ദൂസു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ അല്ലാഹ് യാ അസീസു യാ അല്ലാഹ് യാ ജബ്ബാറു യാ അല്ലാഹ് യാ മുതകബ്ബിറു യാ അല്ലാഹ് യാ ഖാലിഖു يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابض يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا الله يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد. എല്ലാവരും ഒന്ന് ചൊല്ലിക്കേ മുഅ്മിനീങ്ങളെ, നല്ല നീയത്തോടുകൂടെ 11 തവണ അൽഹംദുലില്ലാ. കണ്ണ് തന്നത് അല്ലാഹുവാണ്, അൽഹംദുലില്ലാ. കാത് തന്നത് അല്ലാഹുവാണ്, അൽഹംദുലില്ലാ 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 സുമ്മ അൽഹംദുലില്ലാ. എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളാണ് നീ ഞങ്ങളിലേക്ക് തന്നത് റബ്ബേ. എന്നിട്ടും ഞങ്ങൾ തെറ്റുകളിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാ, നിന്റെ ഓക്സിജൻ ശ്വസിച്ച്, അല്ലാഹുവേ നിന്റെ ഭക്ഷണം കഴിച്ച്, നിന്റെ വെള്ളം കുടിച്ച്, നിന്റെ നിഅമത്തുകൾ ഓരോന്നും കൈപ്പറ്റിയിട്ട് അല്ലാ നിന്നെ ധിക്കരിച്ചുകൊണ്ട് പല സന്ദർഭങ്ങളിലും ഞങ്ങൾ നടന്നിട്ടുണ്ട്. പടച്ച റബ്ബേ, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കൊക്കെ ഒരു നല്ല ബുദ്ധി നൽകണേ അല്ലാ, നല്ല ബുദ്ധി നൽകണേ അല്ലാ, നല്ലവരാക്കണേ അല്ലാ.
ഇൻഷാ അല്ലാഹ് 2 തവണ അങ്ങനെ മജ്ലിസിൽ നോക്ക് ഇങ്ങനെ ഡബിൾ ടച്ച് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ലൈക്കാവും. അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ അസ്മാഉൽ ഹുസ്ന ചൊല്ലാനുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആളുകൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്ന ഒരു സദസ്സായി നമ്മുടെ മജ്ലിസിനെ അള്ളാഹു കബൂലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവരും കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചേ എൻ്റെ കൂടെ എല്ലാവരും മുഅ്മിനീങ്ങളെ ഒന്ന് ചൊല്ലിക്കേ. യാ അല്ലാഹു യാ അല്ലാഹു ഫരിജ്നാ മിൻ വബാ യാ അല്ലാഹു യാ അല്ലാഹു فرحنا بالنوبة بأسمائك الحسنى انصرنا يا الله أجلنا بالفتح يا الله يا الله അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്, ഏറ്റെടുക്കണേ അല്ലാഹ്. ആരും ക്ഷീണിച്ചിട്ടൊന്നുമില്ലല്ലോ? ആർക്കും ക്ഷീണമൊന്നുമില്ലല്ലോ? പ്രായമായ ആളുകൾ ഇപ്പോൾ ഈ അടുത്ത് എൻ്റെ വീട്ടിൽ എന്നെ കാണാനൊരു ഉമ്മ വന്നു. അവരുടെ ഉമ്മ അവരൊക്കെ ബീവിമാരാണ്, സാദാത്യങ്ങളാണ്. അപ്പോൾ ആ ഉമ്മ 3 നേരമാണ് മജ്ലിസ് കാണുന്നതെന്ന് പറഞ്ഞു. 3 നേരം. തൃശ്ശൂരുള്ള ഒരു കുടുംബം 3 നേരം കാണുന്നു. അപ്പോൾ ഞാൻ ആ ഉമ്മാനോട് പറഞ്ഞു, നിങ്ങൾ രാത്രി എന്ത് ചെയ്യണ്ട, ഉറക്കം ഒഴിച്ചിരുന്നിട്ട് മജ്ലിസ് കാണണ്ട. പ്രായമുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മജ്ലിസൊക്കെ നമുക്ക് കാണാലോ, പകല് കണ്ടാലും അതിൻ്റെ പ്രതിഫലം കിട്ടും. നിങ്ങൾ പകല് കാണുക, നല്ലത് കേൾക്കുക, അതിൻ്റെ കൂടെ നല്ലത് ചൊല്ലാന്ന് പറയുന്നത് വലിയ പുണ്യമുള്ള കാര്യം തന്നെയാണ്. ഇത് ലൈവായിട്ടങ്ങനെ അങ്ങനെ പ്രായമുള്ള ആളുകൾ കണ്ടോളണമെന്നൊന്നും ഇല്ല കേട്ടോ. പ്രായമുള്ള ആളുകളും ചെറിയ മക്കളെയൊക്കെ പിടിച്ചിരുത്തിയിട്ട് ആ തങ്ങൾ കണ്ടോ അസ്മാഉൽ ഹുസ്ന ചെല്ലുന്ന ചൊല്ലി പഠിക്കുമെന്ന് പറഞ്ഞ് പിടിച്ചിരുത്തരുത്. അതുപോലെ മുഹിയദ്ദീന്മാല ഒക്കെ പകൽ സമയങ്ങളിൽ മക്കൾക്ക് അവർ നല്ല ഉണർവിലിരിക്കുന്ന സമയത്ത് നമ്മൾ അസ്മാഉൽ ഹുസ്നൻ്റെ മജ്ലിസ് കാണിച്ചു കൊടുക്കുക. അല്ലാത്ത സമയങ്ങളിൽ അവർക്ക് പഠിപ്പിക്കേണ്ട സമയത്ത് അവരെ പഠിപ്പിക്കുക. അതുപോലെ ഭക്ഷണം കഴിപ്പിക്കേണ്ട സമയത്ത് കഴിപ്പിക്കുക. നേരത്തെ കിടത്തി ഉറക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കൾക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അല്ലാഹ് ഒരുപാട് പേര് പ്രത്യേകം ദുആ കൊണ്ട് അറിയിച്ചിട്ടുണ്ട്. ആരുടെയും പേരൊന്നും പറയുന്നില്ല, എല്ലാവർക്കും വേണ്ടി ദുആ നടക്കും ഇൻഷാ അല്ലാഹ്. അസ്മാഉൽ ഹുസ്ന 5 തവണ ചൊല്ലി ഇല്ലേ, 2000-ലധികം ആളുകൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലിയാൽ അത് വലിയൊരു സംഖ്യയായിട്ട് മാറും. ഞാൻ പറയേണ്ട ആവശ്യമില്ല, വലിയൊരു സംഖ്യയായിട്ട് മാറും ഇല്ലേ. 5 വെച്ച് ഓരോരുത്തരും 5 വെച്ച് കൂട്ടി നോക്ക്, എത്ര അസ്മാഉൽ ഹുസ്നയാണ് നമുക്ക് ചൊല്ലാനുള്ള ഭാഗ്യം ഉണ്ടായത് ഈ മജ്ലിസിൽ. അള്ളാഹു തന്ന ഭാഗ്യമാണ്. അള്ളാഹു ഇൻഷാ അല്ലാഹ് ആ അസ്മാഉൽ ഹുസ്ന മുൻനിർത്തിയിട്ട് നമ്മൾ അവസാനം ദുആ ചെയ്യുങ്ങളൊക്കെ ആമീൻ പറയാം. ഇനി എത്രാമത്തെ അസ്മാഉൽ ഹുസ്ന? 4 അസ്മാഉൽ ഹുസ്ന ചൊല്ലി. 5-ാമത്തെ അസ്മാഉൽ ഹുസ്നയാണ് നമുക്ക് ഇനി ചൊല്ലാനുള്ളത് അല്ലേ. കമന്റിൽ ഓരോ വിഷമങ്ങൾ എഴുതി അറിയിക്കുന്ന ആളുകളുണ്ട്. എല്ലാവർക്കും അള്ളാഹു എന്താണോ വിഷമം അള്ളാഹു അത് പരിഹരിച്ചു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ, കടങ്ങൾ അള്ളാഹു വിട്ടിത്തരട്ടെ, മുറാദുകൾ അള്ളാഹു ഹാസിലാക്കട്ടെ. 5-ാമത്തെ ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ യാ അല്ലാഹ് يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابض يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا
الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محسن يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا الله يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد ചൊല്ലിക്കേ മുഅ്മിനീങ്ങളെ അൽഹംദുലില്ലാഹ് 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 സുമ്മ അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ സാധുക്കളായ ഞങ്ങളെ സദസ്സ് നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഞങ്ങളെ സദസ്സ് നീ കബൂലാക്കണേ അല്ലാഹ്. യാ അല്ലാഹു യാ അല്ലാഹു ഫരിജ്നാ മിൻ വബാ യാ അല്ലാഹു യാ അല്ലാഹു ഫരിഹ്നാ ബിന്നൂബാ ബി അസ്മാഇകൽ ഹുസ്നാ ഉൻസുർനാ യാ അല്ലാഹ് അജ്ജിൽനാ ബിൽ ഫത്ഹി യാ അല്ലാഹു യാ അല്ലാഹ്. അല്ലാഹുവേ സ്വീകരിക്കണേ റഹ്മാനേ. അല്ലാഹുവേ കബൂലാക്കണേ അല്ലാഹ്. ഏറ്റെടുക്കണേ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാ ദിവസങ്ങളൊക്കെ മജ്‌ലിസിൽ പങ്കെടുക്കണം. ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ അതിനെന്ത് ചെയ്യണം? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് എല്ലാ ദിവസം കിട്ടും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മുടെ മജ്‌ലിസിലെ പരിപാടി നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായ കാര്യങ്ങളിൽ സഹകരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അല്ലാഹ് എല്ലാവരും നല്ല ആത്മാർത്ഥതയോടുകൂടെ ഒരു 3 നാരിയത്ത് സ്വലാത്ത് ചൊല്ലുന്നു. എന്നിട്ട് നമ്മളൊക്കെ ദുആ ചെയ്യുന്നു. കൂട്ടമായിട്ട് നമ്മളൊക്കെ ദുആ ചെയ്യുന്നു. ദുആയിൽ എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആ ഏറ്റെടുക്കട്ടെ. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم على آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه
الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك الله നീ ഏറ്റെടുക്കണേ അല്ലാഹ് ഖബൂലാക്കണേ അല്ലാഹ് ഇജാബത്ത് നൽകണേ അല്ലാഹ് സാധുക്കളായ ഞങ്ങളെ മജ്ലിസിനെ നീ ഏറ്റെടുക്കണേ അല്ലാഹ് അല്ലാഹ് എല്ലാവരും നല്ല നിയത്തിൽ ആമീൻ പറയുക. ഒരുപാട് ആളുകൾ പ്രത്യേകം ദുആ കൊണ്ട് അറിയിച്ചിട്ടുണ്ട്. ഒരാളുടെ ആമീൻ അല്ലാഹ് സ്വീകരിച്ചാൽ മതി. ഒരാളുടെ ഇപ്പം 1900-ത്തിലധികം ആളുണ്ട്. ഇതിൽ ഒരാളുടെ ആമീൻ അല്ലാഹ് സ്വീകരിച്ചാൽ നമ്മൾ കഴിച്ചില്ലായി. അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് സാദാത്യങ്ങളും ആലിമീങ്ങളൊക്കെ പങ്കെടുക്കുന്ന മജ്ലിസാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ദുആക്ക് അള്ളാഹു ഇജാബത്ത് നൽകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅഹ്ലി ബൈതിഹി വസഹ്ബിഹി വസല്ലിം സ്വലാത്തൻ തുർദീക വതുർദീഹി വതർലാ ബിഹാ അന്നാ യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ സാധുക്കളായ ഞങ്ങളിവിടെ നിർവഹിച്ച എല്ലാ അമലുകളും കബൂലാക്കണേ അല്ലാഹ്. വന്നുപോയ പോരായ്മകൾ പരിഹരിച്ച് മുത്തായ മുത്ത് റസൂലുള്ളാഹിന്റെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. മുത്തുനബിൻ്റെ ഉമ്മാമ്മമാര്, ഉപ്പാപ്പമാര്, ഭാര്യ സന്താനങ്ങൾ, പേരമക്കൾ, മഹാന്മാരായ സ്വഹാബത്തെ കിറാം, നീ ആദരിച്ച ബഹുമാനിച്ച മഹാന്മാർ, മഹദിമാർ, മഹത്തുക്കളായ ബദരീങ്ങൾ, 14 ശുഹദാക്കൾ, ഉഹദീങ്ങൾ, ഹംസത്തുൽ കറാരതങ്ങൾ, ഈ മാസം അനുസ്മരിക്കപ്പെടുന്ന മഹാരഥന്മാർ, ഞങ്ങളുടെ ജില്ലകളിൽ അന്തിയിറങ്ങുന്ന മഹത്തുക്കൾ എല്ലാവരുടെ ഹളറാത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. നിന്റെ മഹാന്മാരെ മദതും നെസറും നെളറും കുരുത്തവും പൊരുത്തവും ആശീർവാദവും അംഗീകാരവും കൊണ്ട് ഞങ്ങളെ സദസ്സിനെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിനെ നീ കബൂലാക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, സാധുക്കളായ ഞങ്ങൾ നിന്റെ അടിമകളാണ്. നീ ഞങ്ങളെ ഉടമയാണ്. ഞങ്ങൾ നിന്റെ സൃഷ്ടികളാണ്. നീ ഞങ്ങളെ സൃഷ്ടാവാണ്. ഞങ്ങളെല്ലാ നിലക്കും ന്യൂനതകളും പോരായ്മകളും കുറ്റങ്ങളും കുറവുകളും അപാകതകളുമുള്ള ആശക്തരാണ്. നീ എല്ലാ നിലക്കും ശക്തനാണ്, പരിശുദ്ധനാണ്, കഴിവുള്ളവനാണ്. നിന്റെ കഴിവിനെ ഞങ്ങൾ അംഗീകരിച്ച് പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട് ഈ മുത്തബറക്കായ മജ്ലിസിൽ വെച്ച് നിന്റെ ദർബാറിലേക്ക് കരങ്ങളുയർത്തി പടച്ച റബ്ബേ ഞങ്ങൾ ദുആ ചെയ്യുകയാണ്. ഞങ്ങളെ കൈകളെ നീ താഴ്ത്തിക്കളയല്ലേ അല്ലാഹ്. ഞങ്ങളെ ദുആക്ക് ഉത്തരം തരാതിരിക്കല്ലേ അല്ലാഹ്. പടച്ച റബ്ബേ ഞങ്ങളെ ഒഴിവാക്കല്ലേ നാദാ. സകലമാന തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പ് നൽകണേ അല്ലാഹ്. അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാണല്ലാഹ്, അറിയാതെ ചെയ്തതാണല്ലാഹ്, ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാഹ്. ഉസ്താദുമാര്, കൂട്ടുകുടുംബങ്ങൾ, അയൽവാസികൾ, ദുആ കൊണ്ട് കടമപ്പെട്ടവരെ എല്ലാവരെ സകലമാന പാപങ്ങളെയും പൊറുക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ റബ്ബായ അല്ലാഹ്, ഞങ്ങളെ എല്ലാ പാപങ്ങളും നീ പുറത്തു തന്ന് ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. പലവിധ രോഗങ്ങളെ കൊണ്ട് ഞങ്ങളിൽ പലരും പ്രയാസത്തിലാണ്. ക്യാൻസർ ഉള്ളവരുണ്ട്, ട്യൂമർ ഉള്ളവരുണ്ട്, ഹാർട്ടിന് അല്ലാഹുവേ ബ്ലോക്ക് ഉള്ളവരുണ്ട്, സ്ട്രോക്ക് ഉള്ളവരുണ്ട്. അങ്ങനെ പലവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമുള്ള പലവിധ രോഗങ്ങളുള്ളവരുണ്ട് റഹ്മാനെ. മരുന്ന് കുടിക്കുന്നവരുണ്ട്, ഹോസ്പിറ്റലുകളിൽ ചികിത്സയിൽ കഴിയുന്നവരുണ്ട്, ICUയിലുള്ളവരുണ്ട്, വെന്റിലേറ്റർ അല്ലാഹുവേ സഹായത്തോടുകൂടെ ജീവൻ നിലനിർത്തുന്നവരുൾപ്പെടെയുണ്ട്. എല്ലാവർക്കും അല്ലാഹുവേ പരിപൂർണമായ ശിഫാ നൽകണേ അല്ലാഹ്. കാമിലായ ശിഫാ നൽകണേ അല്ലാഹ്. അജിലായ ശിഫാ നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അടക്കി ഭരിക്കുന്ന ജഗനിയന്താവായ റബ്ബായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങള് അല്ലാഹുവേ ഒരുപാട് മനസ്സിൽ ഒരുപാട് മുറാദുകൾ ഞങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളും നീ സാധിപ്പിച്ചു തരണേ അല്ലാഹ്. ഹലാലായ മുറാദുകൾ ഹാസുലാക്കി തരണേ അല്ലാഹ്. അല്ലാഹ് ഞങ്ങളെ വെറും കയ്യോടെ മടക്കല്ലേ നാദാ. പരീക്ഷകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ഉന്നതമായ വിജയം നൽകണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്ന്, പെടുമരണങ്ങളിൽ നിന്ന്, ദുർമരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അല്ലാഹ് ആര് ഞങ്ങളെ ഒഴിവാക്കിയാലും രാജാവാകുന്ന നീ ഞങ്ങളെ ഒഴിവാക്കല്ലേ നാദാ. ഒരുപാട് കടങ്ങളുണ്ട് തമ്പുരാനെ, ഒരുപാട് കടങ്ങളുണ്ട്. കൊടുക്കാൻ പറ്റാത്ത നിലക്ക് അല്ലാഹുവേ കടങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. മോചനം നൽകണേ അല്ലാഹ്. അല്ലാഹ് പുട്ടടിച്ച് ജീവിക്കാൻ വേണ്ടി വാങ്ങിച്ചതല്ല, മക്കളെ കാര്യങ്ങൾക്ക് അല്ലാഹുവേ, ഭാര്യയുടെ ഭർത്താവിൻ്റെ അങ്ങനെ
ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട കാര്യങ്ങൾക്ക് ഞങ്ങൾ കടം വാങ്ങിച്ചതാണ് റബ്ബേ. അതൊക്കെ കൊടുക്കാനുള്ള ഹലാലായ വഴികൾ നീ എളുപ്പമാക്കണേ അല്ലാ, എളുപ്പമാക്കി തരണേ അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങളെ മജ്ലിസിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത് പൂർത്തീകരിച്ച് തരണേ അല്ലാ. അല്ലാഹുവേ, അതിനാവശ്യമായത് നീ എത്തിച്ചു തരണേ അല്ലാ. നിൻ്റെ ഖജനാവ് വിശാലമായ ഖജനാവാണ്. ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള സമ്പത്ത് ഞങ്ങളിലേക്ക് നീ എത്തിച്ചു തരണേ അല്ലാ. ഞങ്ങളെ പദ്ധതികളും പ്രവർത്തനങ്ങളും ഒക്കെ നീ വിജയിപ്പിച്ചു തരണേ അല്ലാ. അല്ലാഹുവേ, മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകണേ അല്ല, വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ല, വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ല. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ വലിയ പൊരുത്തവും ഒത്തൊരുമയും ഐക്യവും നൽകണേ അല്ല. ഭാര്യഭർത്തൃ ജീവിതത്തിലൊക്കെ നീ വലിയ സാഹോദര്യവും അല്ലാഹു വലിയ ഒരുമയും നൽകണേ അല്ല. പരസ്പര പൊരുത്തത്തോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ല, തൗഫീഖ് നൽകണേ അല്ല. ഞങ്ങളെ മക്കളെ നല്ല നിലക്ക് പഠിപ്പിക്കാനും ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. നല്ല ബുദ്ധിശക്തിയുള്ള, ഓർമ്മശക്തിയുള്ള, നല്ല തൻ്റെ ഇടമുള്ള പക്വതയുള്ള മക്കളാക്കണേ അല്ലാ. ഞങ്ങളെ മക്കൾക്ക് നല്ല നല്ല ബുദ്ധിശക്തി നൽകണേ അല്ലാ. അല്ലാഹുവേ, പ്രത്യേകം ദുആ കൊണ്ടറിയിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അല്ലാ, ഞാൻ പേരെടുത്ത് പറയേണ്ടതില്ല. അല്ലാഹുവേ, എല്ലാവരുടെ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. ഹലാലായ ഖൈറായ ഉദ്ദേശങ്ങളൊക്കെ നീ സാധിപ്പിക്കണേ അല്ലാ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ല. ഞങ്ങളുടെ രാജ്യത്തിന് നീ ഐക്യം നൽകണേ അല്ല. രാജ്യത്തിൽ പടച്ച റബ്ബേ, ഭീകര സംഘടനയുടെ ആളുകൾ നുഴഞ്ഞു കയറിക്കൊണ്ട് ഞങ്ങളുടെ രാജ്യത്തിലുള്ള ആളുകളെ വെടിവെച്ച് വധിച്ചിട്ടുണ്ടോ റഹ്മാനെ. അല്ലാഹുവേ, ആ വധിച്ച ആളുകളെ നീ അല്ലാഹുവേ നിലക്ക് നിർത്തണേ അല്ല. അവരെ പ്രതിരോധിക്കാൻ ഞങ്ങൾ നിയമവ്യവസ്ഥിതിക്ക് നീ തൗഫീഖ് നൽകണേ അല്ല, വലിയ കഴിവ് നൽകണേ അല്ല. അല്ലാഹുവേ, ഞങ്ങളുടെ രാജ്യത്തിനെ നീ ഇസ്സത്തിലാക്കണേ അല്ലാ. പടച്ച റബ്ബേ, സാധുക്കളായ ഞങ്ങളെ മനസ്സിൽ അല്ലാ, ഞങ്ങൾ നീറിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് നോവുകളുണ്ട്. ആ നോവിൽ നിന്നെല്ലാം മോചനം നൽകണേ അല്ലാ. അല്ലാഹുവേ, മോചനം നൽകണേ തമ്പുരാനെ, ഞങ്ങൾക്ക് മോചനം നൽകണേ അല്ലാ. പടച്ച റബ്ബേ, സാധുക്കളായ ഞങ്ങളെ കുടുംബങ്ങളിൽ നിന്ന് അല്ലാഹുവേ, ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്. നല്ല നിലക്ക് പോകാനും നല്ല നിലക്ക് ഹജ്ജ് ചെയ്യാനും ഉംറ നിർവഹിക്കാനും തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. പടച്ച റബ്ബേ, ഹാജിമാരും അല്ലാഹുവേ നല്ല റാഹത്തിൽ അവിടെ ചെന്ന് ഹജ്ജ് ചെയ്ത് തിരികെ നാട്ടിലേക്ക് വരാനുള്ള എല്ലാ ഭാഗ്യവും നീ നൽകണേ അല്ലാ. വിദേശത്ത് പോയി കഷ്ടപ്പെടുന്ന പ്രവാസികളായ സുഹൃത്തുക്കളുടെ പ്രയാസങ്ങൾ തീർക്കണേ അല്ലാ. പടച്ച റബ്ബേ, പല നിലക്ക് പലവിധ ജോലികൾ ചെയ്തിട്ടാണ് ഞങ്ങൾ പലരും ജീവിക്കുന്നത്. ഞങ്ങളുടെ ജീവിതമാർഗ്ഗങ്ങളിൽ ഖൈറ് നൽകണേ അല്ലാ. വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്ന ചെറുപ്പക്കാരുണ്ട് അല്ലാഹുവേ, അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കണേ അല്ലാ. അവരെ വിസ നിറാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. പടച്ച റബ്ബേ, വിവാഹം നടക്കാതെ അല്ലാഹുവേ വളരെയധികം പ്രയാസപ്പെടുന്നവരുണ്ട്. വിവാഹം വരുമ്പോഴൊക്കെ നാട്ടുകാർ മുടക്കുകയാണ്. ഒരു പ്രശ്നമില്ലാത്ത, ഒരു സിഗരറ്റ് പോലും വലിക്കാത്ത മക്കളെക്കുറിച്ച് അപവാദം പറഞ്ഞു വരത്തുകയാണ്. അവരൊക്കെ നീ നിലക്ക് നിർത്തണേ അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങളെ കാര്യങ്ങളൊക്കെ നീ ഫത്ഹാക്കി തരണേ അല്ലാ, ഫത്ഹാക്കി തരണേ അല്ലാ. ഞങ്ങളെ മക്കളെ ആലിമീങ്ങളും ആബിദീങ്ങളും ഹാഫിദീങ്ങളും മുത്തഖീങ്ങളും ആക്കണേ അല്ലാ. ഞങ്ങളെ ദർസിൽ പഠിക്കുന്ന മക്കളെയൊക്കെ നല്ല മക്കളാക്കണേ അല്ലാ, നല്ല മക്കളാക്കണേ അല്ലാ. നല്ലതുപോലെ പഠിച്ച് നല്ല ആലിമീങ്ങളായി ഞങ്ങളെയൊക്കെ ഓർക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ. ആരോരും തുണയില്ലാതെ ഒറ്റക്ക് കബറിൽ കഴിയുന്ന ഒരുപാട് അല്ലാഹുവേ കൂട്ടുകുടുംബങ്ങളുണ്ട് നൂറുൽ ഹുദാ കുടുംബത്തിന്. അല്ലാ, അവരുടെയൊക്കെ കബറിലേക്ക് ഈ മജ്ലിസിൻ്റെ വെളിച്ചം നീ എത്തിക്കണേ അല്ലാ. അല്ലാ, അവരെ കബറുകൾ വെളിച്ചാക്കി കൊടുക്കണേ അല്ലാ, പ്രകാശപൂരിതമാക്കണേ അല്ലാ, പ്രകാശിപ്പിക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ റബ്ബേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലി മുത്തുനബിൻ്റെ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ട് മരിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന ഉപ്പമാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. അവർക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. അവരുടെ എല്ലാ ശരീരവേദനകളും എല്ലാ പ്രയാസങ്ങളും മനക്ലേശങ്ങളും അല്ലാഹുവേ നീ നീക്കിക്കൊടുത്ത് സലാമത്ത് നൽകണേ അല്ലാ. മുത്തനബിൻ്റെ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ട് ഒരു തവണയെങ്കിലും മദീനത്ത് ചെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് മനം നിറയെ
പറയാനുള്ളൊരു ഭാഗ്യം നൽകണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അള്ളാഹു നമ്മളൊക്കെ സ്വീകരിക്കട്ടെ. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ നൂറുൽ ഹുദ കുടുംബങ്ങളാണ്. എല്ലാവരും പരസ്പരം ദുആ ചെയ്യുക. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരിൽ പലവിധ വിഷമങ്ങളുള്ളവരുണ്ട്. നമ്മളൊക്കെ കേട്ടാൽ തന്നെ പേടിച്ചു പോകുന്ന നിലക്കുള്ള ബുദ്ധിമുട്ടുകളുള്ളവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ വിഷമങ്ങളും പരിഹരിച്ച് അള്ളാഹു എല്ലാവർക്കും സലാമത്ത് നൽകട്ടെ. എല്ലാവർക്കും അള്ളാഹു സലാമത്ത് നൽകട്ടെ. ഇൻഷാ അള്ളാഹ് എല്ലാ ദിവസവും 8:45 8:45 നമ്മുടെ മജ്ലിസ് ഇൻഷാ അള്ളാഹ് നടത്തും. എല്ലാവരും അതിൽ പങ്കെടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് വിജയിപ്പിക്കട്ടെ. മജ്ലിസിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ അതുമായിട്ട് സഹകരിക്കുക. ഇനി 5-6 ദിവസം കൂടിയും കഴിഞ്ഞാൽ ഇപ്പോൾ മെയിൻ വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ആ മെയിൻ വാർപ്പിന് വെച്ച ആ മുട്ടും പലകയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള പണികൾ നമുക്ക് തുടങ്ങണം. അള്ളാഹു എളുപ്പത്തിൽ പൂർത്തീകരിച്ച് ഈ മജ്ലിസ് നമുക്ക് അതിൽ വെച്ച് നടത്താനും അതിൽ നേരിട്ട് കാണാൻ വരുന്ന ആളുകൾക്ക്, ആ മജ്ലിസിൽ പങ്കെടുക്കാൻ വരുന്ന ആളുകൾക്ക് നേരിട്ട് തന്നെ അതിൽ പങ്കെടുക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.